بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന ഒരു അമൂല്യ നിധിയാണ് ഹിദായത്ത്. ഹിദായത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നാം വിശദീകരിക്കാറുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഔദാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം, കുടിക്കാൻ വെള്ളം, ഉടുക്കാൻ വസ്ത്രം, താമസിക്കാൻ വീട്, കർഷകന് കൃഷിയിൽ ഉൽപാദനം, കച്ചവടത്തിൽ ലാഭം, കച്ചവടക്കാരന് വിവാഹം കഴിഞ്ഞാൽ മക്കള്, കുടുംബം, ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പൊതു ഔദാര്യങ്ങളാണ് മൊത്തത്തിൽ എല്ലാ മനുഷ്യർക്കും. അതിന് പ്രത്യേകം ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ കർമ്മത്തിന്റെയോ ഷർത്തില്ല. എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നത് അള്ളാഹുവാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യം പൂർത്തിയാക്കുന്നത് അള്ളാഹുവാണ്. നമ്രൂദിന്റെ ആവശ്യം പൂർത്തിയാക്കിയതും അള്ളാഹുവാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുത്തത് അള്ളാഹുവാണ്. ഫിറൗന്റെ ആവശ്യം പൂർത്തിയാക്കി കൊടുത്തതും അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ കൊടുത്തത് അള്ളാഹുവാണ്. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തുമാരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തതും അള്ളാഹുവാണ്. ഭൂലോകത്ത് ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലെ മനുഷ്യരാവട്ടെ,
ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗീയത കാണിക്കാറില്ല. മനുഷ്യരെ മുഴുവനും ഒന്നായിട്ടാണ് കാണാറ്. കുല്ലൻ നുമിതു ഹൗല വ ഹൗല. അവർക്കും കൊടുക്കുന്നത് നാമാണ്, ഇവർക്ക് കൊടുക്കുന്നതും നാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫിറൗനിന് കിട്ടിയിരിക്കുന്ന ഭൗതിക സൗകര്യങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണ് തൗഹീദിന്റെ വക്താക്കളെ, തൗഹീദിന്റെ പ്രബോധകന്മാരെ, പ്രവാചകന്മാരെ, അനുയായികളെ കഷ്ടപ്പെടുത്തുന്നത്. ഫിറഔൻ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തൊരു സമയമുണ്ട്. അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഓ മൂസ, വിവരമില്ലാത്തവര് പറയും പോലെ പറയരുത്. ഈ വസ്തുക്കളെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നിങ്ങൾ കരുതരുത്. അത് എന്റെ സംവിധാനമാണ്. തൗഹീദിന്റെ പ്രബോധകന്മാർക്ക് ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത് എന്റെ സുന്നത്താണ്. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. ഇപ്രകാരം ഓരോ നബിമാർക്കും ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ആണ് പറയുന്നത്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങ് ആയിപ്പോക്കല്ല. ശത്രുക്കൾ യാദൃച്ഛികമായി അങ്ങ് ആയിപ്പോക്കല്ല. അള്ളാഹു പറയുന്നു അതെന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഒരു റസൂലിനെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ആ റസൂലിന്റെ ശത്രുവിനെ അള്ളാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടാണ് റസൂലിനെ അയക്കുന്നത്. ഒന്നും തിരിയാത്ത, ആർക്കും ഒരു ലെവലും ഇല്ലാത്ത, സീറോവിൽ താമസിക്കുന്ന മനുഷ്യരിലേക്കല്ല അള്ളാഹു തആല റസൂലിനെ അയക്കുന്നത്. കൃത്യമായി ഓരോ റസൂലിന്റെയും ചരിത്രം പരിശോധിച്ചാൽ ആ റസൂല് വരുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന് ആവശ്യമായ കളം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ 5 ജാറങ്ങളും ജാറങ്ങളുടെ ആൾക്കാരെയും വെച്ച് നൂഹ് നബിന്റെ പ്രബോധനത്തെ തടസ്സം സൃഷ്ടിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളെയും നൽകി, പണവും നൽകി, അധികാരവും ആളും അർത്ഥവും നൽകി ശത്രുക്കളെ അള്ളാഹു തആല സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചാണ് അള്ളാഹു ഖൗമ് എന്ന് പറഞ്ഞത്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞത് ആ ഖൗമിനെ സംബന്ധിച്ചാണ്. അവരുടെ കയ്യിലാണ് പണം, അവരുടെ കയ്യിലാണ് ആധിപത്യം, ഇറാഖിന്റെ ഭരണം അവരുടെ കയ്യിലാണ്. ഭരിക്കാൻ ആവശ്യമായ സമ്പത്തൊക്കെ ശേഖരിക്കുന്നത് 5 ജാറങ്ങളെ വെച്ചുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ വേറെ സാമ്പത്തികമായ വഴികളെ പറ്റിയൊന്നും ഖുർആനോ സുന്നത്തോ ചർച്ച ചെയ്യുന്നതായിട്ട് നാം കാണുന്നില്ല. പിറകെ വന്ന ആദിന്റെ, ഇറമിന്റെ, സമൂദിന്റെ, ഫിറഔന്റെ, നമ്രൂദിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നടന്ന സാമ്പത്തിക ശേഷിയെ സംബന്ധിച്ചും കാർഷിക വിളവുകളെ സംബന്ധിച്ചും കരയിലും കടലിലുമുള്ള ബിസിനസ് കച്ചവടങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ നൂഹിന്റെ ഖൗമിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല. അഷ്റഫുൽ ഹക്കിന്റെ കാലത്ത് എത്തിയപ്പോഴേക്കും മക്കയിലെ കച്ചവട സംഘത്തെ സംബന്ധിച്ച് റഹ്ലത്ത ശിതാഇ വസ്സൈഫ്, ചൂടുകാലത്തും തണുപ്പ് കാലത്തും കച്ചവടവുമായിട്ട് യാത്ര ചെയ്യുന്ന സംഘമാണ് ഖുറൈശ്. ആ ഖുറൈശികളെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ രീതിയിലാണ്. എന്നാൽ ഇതൊന്നും നൂഹ് നബിന്റെ കാലഘട്ടത്തിലില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി നിയോഗിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ലക്ഷക്കണക്കിന് ജനം ജീവിക്കുന്ന ഒരു നാട്ടിലേക്ക് റസൂലായിട്ട് വന്ന നൂഹ് നബിക്ക് 950 കൊല്ലം, ഖുർആൻ പറഞ്ഞതാണ്, സാങ്കല്പികമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. 950 കൊല്ലം, 1050 കൊല്ലം കുറവ് എന്ന്. 950 കൊല്ലം മെനക്കെട്ടിട്ട് കിട്ടിയത് ഏതാണ്ട് 70 പേരെ അല്ലെങ്കിൽ 80 പേരെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ചരിത്രങ്ങൾ പറഞ്ഞിടത്തെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങളും സമ്പത്തും അധികാരവും പത്രാസും അല്ലാഹു തആല നൽകിയത് തൗഹീദിന്റെ പ്രബോധകന്മാരായ മുർസലീങ്ങളുടെ ശത്രുക്കളുടെ കയ്യിലാണ്. മുർസലീങ്ങളെ പരിചയപ്പെടുത്തി തന്നിടത്ത് അല്ലാഹു തആല അത്തരത്തിലുള്ള സാമ്പത്തികാധികാര ശക്തികളെ പറ്റിയോ പട്ടാള പോലീസിനെ പറ്റിയോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ആകെ ചർച്ച ചെയ്യുന്നത് ദാവൂദ് നബിന്റെയും സുലൈമാൻ നബിന്റെയും അധികാരത്തെ സംബന്ധിച്ചാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ബാപ്പ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അധികാരത്തെ സംബന്ധിച്ചാണ്. ആ അധികാരത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നത് എന്താ കാര്യം? ഈ അധികാരം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ദാവൂദിനെയും ഈ അധികാരം കൈകാര്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പരിശോധിക്കാനായിരുന്നു എന്നും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആ കാര്യം പറയുന്നുണ്ട്. അഷ്കുർ അം അക്ഫുർ. ആർക്ക്? അള്ളാഹുവിനെ.
ഞാൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ടോ അതോ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ഞാൻ നിഷേധം നടത്തുന്നുണ്ടോ എന്ന് എന്നെ പരിശോധിക്കുവാൻ യബിലുവനി അഷ്കുറു അം അക്ഫുർ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് ചെയ്തത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാജയപ്പെട്ടില്ല. നാളെ ആഖിറത്തിൽ പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുന്ന പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒരു വിചാരണയുമില്ലാതെ പെട്ടെന്നൊന്ന് അതിലൂടെ കടന്നു പോകുന്ന ജോലി മാത്രമേ ഉള്ളൂ ആയിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതിന് കാരണം പറഞ്ഞത് എന്താ? ഈ ദുനിയാവിന്റെ പുറന്തൊലിക്ക് മുകളിൽ അസ്ബാബുകളെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത് സുലൈമാൻ നബിയാണ്. അതിന്റെ കണക്ക് മുഴുവനും സുലൈമാൻ നബിക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകും, സമ്പത്ത് അനധികൃതമായി ചെലവാക്കിയത് കൊണ്ടോ അസ്ഥാനത്ത് ഉപയോഗിച്ചത് കൊണ്ടോ മോശം ചെയ്തത് കൊണ്ടോ ആയിരിക്കുമെന്ന്. അല്ല, സമ്പത്ത് ഒരാൾക്ക് കിട്ടി, അയാള് നേരെ ചൊവ്വെ ഇസ്ലാമിൽ തന്നെ മുസ്ലിമായി കൊണ്ട് തന്നെ ആ സമ്പത്തിനെ കൈകാര്യം ചെയ്തു. ആ സമ്പത്തിന് ഓരോ അണ പൈസ വീതം അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണം. പൈസ അസ്ഥാനത്ത് ഉപയോഗിച്ചവന്റെ കാര്യം വേറെ, സ്ഥാനത്ത് ഉപയോഗിച്ചവന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഒരാൾക്കും താൻ നിന്നയിടത്തുനിന്ന് കാല് നീക്കി വെക്കാൻ കഴിയില്ല. 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. അതിലൊന്ന് മാലാണ്, സമ്പത്താണ്. സമ്പത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. മിൻ ഐനക്ക് തസബഹു, എവിടെ നിന്നാണ് നീ ഇത് സമ്പാദിച്ചത്? കൃത്യമായിട്ടൊന്ന് മറുപടി പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ടത് അന്ന് മനസ്സിലാവും എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന്. ആ സമ്പാദ്യം ഓരോ കച്ചവടം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ജാറങ്ങൾ നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ ജാറങ്ങൾ ഉറൂസ് നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള നേർച്ചകൾ ചെയ്തിട്ടാണ്, അതേപോലെ ഉത്സവങ്ങൾ നടത്തിയിട്ടാണ്. അതൊക്കെ കൃത്യമായിട്ട് കണക്ക് പറയേണ്ടി വരും. ഓരോരുത്തരും, ഈ ഇരിക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അണ്ണപ്പൈ തീർത്ത് കണക്ക് പറഞ്ഞിട്ടേ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയല്ലേ, അതുകൊണ്ട് പൊയ്ക്കോളുന്ന അല്ലാഹു തആല പറയുന്ന പ്രശ്നമില്ല. കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും അല്ലാഹു തആല വിചാരണ ചെയ്യാൻ. അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തെ, ക്രിസ്ത്യാനികളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചരണ്ട അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവും. അല്ലാഹു തആല ചോദിക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, അതെ എന്താ കാര്യം? ക്രിസ്ത്യാനികളെ വിചാരണ ചെയ്തു, നിങ്ങളെ കാര്യങ്ങളൊക്കെ ആരാണ് നടത്തി തന്നത്? നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടായിട്ടില്ലേ ഭൂമിയിൽ? ആ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ആരിൽ നിന്നാണ് ചോദിച്ചു വാങ്ങിയത്? ആരാണ് നിങ്ങൾ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തന്നത്? ക്രിസ്ത്യാനികൾ ഒന്നടങ്കം അള്ളാഹുവിനോട് മറുപടി പറയും, അള്ളാഹുവെ, ഞങ്ങൾക്ക് മറിയമിന്റെ മകൻ യേശുവാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തി തന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈസായോടാണ് ചോദിക്കാറ്. എന്നിട്ട് നിങ്ങളെ കാര്യങ്ങൾ ഈസയാണോ നടത്തി തന്നത്? അതെ, ഈസയാണ് ഞങ്ങളെ കാര്യങ്ങൾ നടത്തി തന്നത്. അന്ന് ആ സന്ദർഭത്തിൽ അവസ്ഥ കണ്ടിട്ട് മാറ്റി പറയാനൊന്നും പറ്റുകയില്ല. കാരണം അന്ന് കൈകളാണ് സംസാരിക്കുക, നാക്കുകൾക്ക് സീൽ വെക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായ്ക്ക് മുകളിൽ നാം സീല് വെക്കും. വതുകല്ലിമുന ഐദീഹിം, അവരെ കൈകളെ കൊണ്ട് നാം സംസാരിപ്പിക്കും. വതശ്ഹദു അർജുലുഹും, കാലുകളെ നാം സാക്ഷി വെക്കുകയും ചെയ്യും. സൂറത്ത് യാസീൻ. അതുകൊണ്ട് തോന്നിയതുപോലെ അപ്പുറത്ത് പറയും. ഇവിടുന്ന് തോന്നിയതുപോലെ ആർക്കും എന്തും പറയാം. അള്ളാഹുവിന്റെ മുമ്പിൽ അത് പറയാൻ കഴിയില്ല. നാവല്ല സംസാരിക്കുക, കയ്യാ സംസാരിക്കുക. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ആ സന്ദർഭം നോക്കിയിട്ട്, അവസ്ഥ നോക്കിയിട്ട് മാറ്റി പറയാനൊന്നും പറ്റൂല. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്നത്. ഒരു വലിയ ജനക്കൂട്ടം. അതെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തഖൂമു സഅത്തു വറൂമു അക്സറുന്നാസ്, ഖിയാമത്ത് നാൾ സംഭവിക്കും. അന്ന് റോമാക്കാരായിരിക്കും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാരുണ്ടാകുക. എന്നുവെച്ചാൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസിയെ പോലെയുള്ള മഹാന്മാര് വിശദീകരിച്ചു തന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് എന്നാണ്. ക്രിസ്ത്യാനികളുടെ പെരുപ്പത്തെ പറ്റിയാണ് അത് പറഞ്ഞത് എന്ന്. അതെ, ഇന്നും ക്രിസ്ത്യാനികൾ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ. 425 കോടിയോളം വരും. ഏതാണ്ട് 300 കോടി 300 ചില്ലറ കോടി മാത്രമാണ് മുസ്ലിമീങ്ങളുള്ളത്. 65 ലക്ഷമാണ് ജൂതന്മാർ ആകെയുള്ളത് ലോകത്തിൽ നിന്ന്.
65 ലക്ഷം. 1 കോടിയില്ല, 3/4 ലക്ഷം തികഞ്ഞിട്ടില്ല, 3/4 കോടി ജൂതന്മാർ. ഏതാണ്ട് 110 കോടിയാണ് ഹിന്ദുക്കൾ എല്ലാവരും കൂടി, ആര്യന്മാരും ദ്രാവിഡന്മാരും അതുപോലെയുള്ള ഭാരതീയ മതങ്ങളെല്ലാം കൂടി 110 കോടിയാണ്. അപ്പൊ യാഥാർത്ഥ്യമാണത്. ക്രിസ്ത്യാനികൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാവില്ല. ക്രിസ്ത്യാനികളെ വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടായില്ലേ? ആവശ്യങ്ങൾ ആരാണ് പൂർത്തിയാക്കി തന്നത്? അള്ളാന്റെ ഹിസാബിന്റെ രീതിയാണത്, വിചാരണ രീതി. ഈസബിന് മറിയമാണ് ഞങ്ങൾ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തന്നത് എന്ന് മറുപടി പറയുമ്പോൾ അല്ലാഹു തആല ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ് വിചാരണ ചെയ്യാൻ. അല്ലാഹു അക്ബർ. വഇദാ ജിഇന മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വഇദാ ജിഇന ബിക അലാ ഹൗലാഇ ഷഹീദാ. റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഓരോ ഉമ്മത്തിനു വേണ്ടിയും അവരവരുടെ സാക്ഷികളെ ഞാൻ വിസ്തരിക്കാൻ വേണ്ടി കൊണ്ടുവരും. നിങ്ങളെ ഉമ്മത്തിനെ സാക്ഷിയായിട്ട് നിങ്ങളെ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും മുഹമ്മദ് നബിയെ? കൈഫ ഇദാ ജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. കരഞ്ഞു റസൂലുള്ളാഹി തങ്ങളെ ആയത്ത് കേട്ടപ്പോൾ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വിചാരണ ചെയ്യുകയാണ് ഈസാ നബിയെ. യാ ഈസ ബിന മറിയം, ഓ മറിയമിന്റെ മകൻ യേശു അല്ലെങ്കിൽ ഈസ, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി മിൻ വഉമ്മിയ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ. ഓ മറിയമിന്റെ മകൻ ഈസ, നീയാണോ നിന്റെ ജനങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? അഅൻത, നീയാണോ ഖുൽത പറഞ്ഞു കൊടുത്തത് ലിന്നാസി ഈ ജനങ്ങളോട്, ഇത്തഖിദൂനി എന്നെയും വ ഉമ്മിയ എൻ്റെ ഉമ്മാനെയും നിങ്ങൾ ആക്കണം ഇലാഹൈനി മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ നിന്നെയും നിന്റെ ഉമ്മാനെയും ഇടക്ക് നിർത്തണമെന്ന് പറഞ്ഞത് നീയാണോ? നീ പറഞ്ഞു കൊടുത്തതാണോ? ഇവിടെ വളരെ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഉപയോഗിച്ച വാക്ക് ഇലാഹൈനി എന്ന, ആ ഇലാഹൈനിയെ ഉപയോഗിച്ചത് മിൻ ദൂനില്ല എന്ന. മിൻ ദൂനി വളരെ നന്നായിട്ട് ഉലമാക്കൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ ഷീഈ മുസ്ലിമീങ്ങൾ, ഷീഈ മതക്കാരായ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ, അതേപോലെ തന്നെ ഖാദിയാനി മുസ്ലിമീങ്ങൾ, അഹമ്മദി മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന അഹമ്മദിയാക്കൾ, ഇവരൊക്കെ മുസ്ലിം എന്ന അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ഷിയാക്കൾ മുസ്ലിമീങ്ങൾ അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ഖാദിയാനികൾ മുസ്ലിമീങ്ങൾ എന്ന അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച നാം സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ടൊരു കാര്യം സംസാരിക്കുകയുണ്ടായി. എന്തടിസ്ഥാനത്തിലാണ് ഖാദിയാനികളെ കാഫിർ എന്ന് നാം വിളിക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ളൊരു മതമാണ് ഖാദിയാനി മതം. വേറെ ലോകത്ത് ലണ്ടനിലും മറ്റൊക്കെ അവിടെ നേതാക്കന്മാരുണ്ടെന്ന് മാത്രം. ഏറ്റവും കൂടുതലുള്ളത് ഖാദിയാനികൾ ഇന്ത്യയിലാണ്, കേരളത്തിലുമുണ്ട്. തിരുവനന്തപുരം തൊട്ട് ഏതാണ്ട് കാസർഗോഡ് വരെ മംഗലാപുരം വരെയുള്ള രാജ്യങ്ങളിൽ ഇടക്കിടക്കെ ആയിട്ട് ഖാദിയാനികളെ പള്ളികളും, കർണാടകത്തിലും കുറെ പള്ളികളുണ്ട്. ഈ ഖാദിയാനികളെ കാഫിർ എന്ന് പറഞ്ഞത് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരൊന്നും അല്ല, തുടക്കത്തിൽ ഇന്ത്യൻ പണ്ഡിതന്മാരാണ്. അന്ന് കേരളത്തിലെ വടക്കേ ഇന്ത്യൻ പണ്ഡിതന്മാരോടൊപ്പം കേരളത്തിലെ അന്നത്തെ സമസ്ത എന്ന് പറയുന്ന സംഘടനയും ഖാദിയാനികൾ കാഫിറാണ് എന്ന കാര്യത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. ആർക്കും അഭിപ്രായ സമക്കാര്യത്തിലില്ല. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വെറുതെ അങ്ങ് കാഫിറാക്കലല്ല, ഈ ചൊയിലി കാഫിറാക്കുന്ന പോലെ അങ്ങനെ അല്ലല്ല, അങ്ങനെ ഒരു കാഫിറാക്കല്ലേ ചൊയിലി കാഫിർ. ചൊയിലിയുടെ കാഫിറാക്കൽ മുജാഹിദുകൾ മറുപടി പറയണം. കണ്ടിട്ടില്ലേ പോസ്റ്റർ? കണ്ടിട്ടില്ലേ? ചൊയിലി കാഫിറാക്കിയ മുജാഹിദ് മറുപടി പറയുന്നു. ചൊയിലി കാഫിറാക്കിയ ചൊയിലില്ലേ മറുപടി പറയേണ്ടത്? മുജാഹിദികൾ എന്തിനാ മറുപടി പറയുന്നു? മുജാഹിദികൾ കത്തിട്ട് രക്ഷപ്പെടാൻ പോകുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. വിട്ടേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാഫിറാക്കിയത് ഇന്ത്യക്കാരാണ്, സഹാബാക്കളാണ്, താബീങ്ങളാണ്, ഇമാമിങ്ങളാണ്, മുഹദ്ദിസീങ്ങളാണെന്നും പറയേണ്ട ആവശ്യമില്ല. അവരാരുമല്ല, ഇന്ത്യൻ പണ്ഡിതന്മാരാണ് ഖാദിയാനികൾ കാഫിറാണെന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ലോകത്തുള്ള പണ്ഡിതന്മാരെല്ലാം അത് ഏറ്റുപറയുകയും ചെയ്തു, ഖാദിയാനികൾ കാഫിറാണ് അല്ലേ? ഇന്ന് കേരളത്തിലുള്ള ഖാദിയാനി പള്ളികളെ എന്ത് പള്ളിയായിട്ടാണ് എല്ലാവരും കാണുന്നത്? മസ്ജിദായിട്ടാണോ കാണുന്നത്? എങ്കിലെന്താ എല്ലാവർക്കും പോയിട്ട് നിസ്കരിക്കുന്നതിന് കുഴപ്പം? ഖാദിയാനി പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക്
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഷിയാക്കള പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സലഫി പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ല, അത് കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖാദിയാനി പള്ളിയിലും അങ്ങനെ തന്നെ, ഷിയാക്കള പള്ളിയിലും അങ്ങനെ തന്നെ, സലഫി പള്ളിയിലും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖാദിയാനി പള്ളിയിലും അങ്ങനെ തന്നെ, ഷിയാക്കള പള്ളിയിലും അങ്ങനെ തന്നെ, സലഫികള പള്ളിയിലും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹയ്യാൽ സ്വലാഹ് ഹയ്യാൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷയമില്ലല്ലോ. ബാങ്കിന് വല്ല വ്യത്യാസമുണ്ടോ? ബാങ്കിന് വല്ല വ്യത്യാസമുണ്ടോ? ഇവിടെ ഏതോ ഒരു നുഴഞ്ഞുകയറ്റ സലഫി പറയുന്നതായിട്ട് കേട്ടു, ബാങ്ക് കേട്ട അങ്ങ് കയറുക നിൽക്കാന്നല്ലാതെ അത് കുത്തുബിത്ത് അയക്കുന്ന പള്ളിയാണോ, നേർച്ചയക്കുന്ന പള്ളിയാണോ, ഓമം നടത്തുന്ന പള്ളിയാണോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ആദ്യം അതിന്റെ പള്ളിയിലൊന്നും കയറിയാൽ പോരെ. അത് മാത്രം പറ്റൂല, ഇത് പറ്റും. അതെന്ത് ന്യായ? ഖാദിയാനികളെ പള്ളിയിൽ പോകാൻ പറ്റൂല, ഇപ്പുറത്തെ പള്ളിയിൽ പോകാൻ പറ്റും. അത് ശരി, ഭൂരിപക്ഷത്തിന്റെ പള്ളിയിൽ പോകാൻ ന്യൂനപക്ഷത്തിന്റെ പള്ളിയിൽ പോകാൻ പാടില്ല എന്നായിരിക്കും. ശരിയാണ്, ഖാദിയാനികൾ വളരെ ന്യൂനപക്ഷമാണ്. സലഫികളെക്കാൾ ന്യൂനപക്ഷമാണ് ഖാദിയാനികൾ കേരളത്തിൽ. വളരെ ചെറിയ ന്യൂനപക്ഷം. അവരെ വോട്ട് കൊണ്ട് കാര്യമില്ല, അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അവരെല്ലാം ലണ്ടനുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, കച്ചവട കാര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അവർ പറ്റൂല. ബാക്കിയുള്ളവരെ ഭൂരിപക്ഷമാണ്, അവരുമായിട്ട് കച്ചവടം ചെയ്യണം, അവരുമായിട്ട് ബിസിനസ് ഉറപ്പിക്കണം, അവരുമായിട്ട് കല്യാണം ഉറപ്പിക്കണം, അവരുമായിട്ട് ബാക്കിയുള്ള. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ആണെങ്കിൽ പറ്റും, ന്യൂനപക്ഷത്തിന്റെ ആണെങ്കിൽ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, വളരെ വിശദമായിട്ട് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇന്ന് ചോദിക്കാൻ തുടങ്ങിയതല്ല, അത് 5-6 വർഷമായി ഞാൻ അത് പറയാൻ തുടങ്ങി. ഖാദിയാനികൾ കാഫിറാണ് എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാ? സാധാരണ നാം സംസാരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ബാത്തിലാകുമ്പോഴാണ് ഒന്നിക്കൽ മുശ്രിക്കാകുന്നത്, അല്ലെങ്കിൽ കാഫിറാകുന്നത്, അല്ലെങ്കിൽ മുൽഹിദാകുന്നത്. ഒന്നിക്കൽ മുശ്രിക്ക്, അല്ലെങ്കിൽ കാഫിർ, അല്ലെങ്കിൽ മുൽഹിദ്. അടിസ്ഥാനപരമായി ഷഹാദത്തുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. പിന്നെ അതിന്റെ ശാഖോപശാഖകളായിട്ട് മറ്റ് കാര്യങ്ങളുമായിട്ട് അഖീദയിലെ മസാലകൾ, മസായിലുൽ ഈമാൻ, ഈമാന്റെ മസാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേറെ ഒരുപാട് പാർട്ടികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ലോകത്ത്. ഒരുപാട് പാർട്ടികൾ, അതിനെപ്പറ്റിയൊക്കെ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുമ്പിലുള്ളവരെ പറ്റി മാത്രം ചർച്ച ചെയ്യാം. 2 ഷഹാദയാണ് നാം അള്ളാഹുവിന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാം സാധാരണ പറയാറുണ്ട്, ഈ ഷഹാദത്തിന്റെ കാര്യത്തിൽ മനുഷ്യര് 3 വിഭാഗമാണ്. ഒന്ന്, ഒരിക്കലും ഷഹാദയെ അംഗീകരിക്കാത്തവർ, എന്നുവെച്ചാൽ അള്ളാഹുവായിട്ട് ഒരു കരാറിലും ഏർപ്പെടാത്തവർ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നാം അന്നേ പറയുന്ന വിഷയം എന്താ? അള്ളാഹുവുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിന്റെ പേരാണ് ഷഹാദ. അഷ്ഹദു, ഞാൻ അള്ളാഹുവിന് ഉറപ്പ് കൊടുക്കുന്നു. അതാണ് അഷ്ഹദിന്റെ മാന. അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു എന്ന് പണ്ട് മൊല്ലാക്ക പറഞ്ഞു. ഇതൊന്നും ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പറയട്ടെ, എനക്കും പഠിക്കാലോ. വർഷം 5 പറയാൻ തുടങ്ങിയിട്ട്. എന്തേ ഷഹാദത്തിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ദിക്റ് ഇല്ല മാത്രം മതി സ്വർഗത്തിലേക്ക് പോകാം, സലാത്തി ഇല്ല മാത്രം മതി സ്വർഗത്തിലേക്ക് പോകാം, പിന്നെ അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യേണ്ട, പിന്നെ നിക്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഷർത്ത്, അതിന്റെ ഫർള്, അത് ബാത്തിലാകുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ നിസ്കാരം, വുളൂ, കുളി, ജനാബത്ത്, ഹൈള്, നിഫാസ്, അതേപോലെ തന്നെ സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ്, അത്തരം കാര്യങ്ങളെ പറ്റി മാത്രമേ ഗൗരവമായിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ പറ്റി അങ്ങനെ പഠിക്കുകയും ചെയ്യേണ്ട. ചെല്ലി തന്നെ, പിന്നെ മുസ്ലിം, പിന്നെ വേറെ എന്താ നോക്കേണ്ടത് എന്ന് മുസ്ലിയാക്കന്മാർ വരെ മറുപടി പറയുന്നത്. സാധാരണക്കാർ പോയി ചോദിക്കുന്നു മുസ്ലിയാക്കന്മാരോട്, ഈ ഷഹാദത്തിനെ സംബന്ധിച്ച് എന്താണ് ഉസ്താദെ? ഷഹാദത്തിന്റെ ഷർത്തോ ഫർദോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഷഹാദത്ത് ബാത്തിലാവോ? ഇസ്ലാം കാര്യമാണല്ലോ അത്. ഇസ്ലാം കാര്യം രണ്ടാമത്തെ നിസ്കാരം, അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സക്കാത്ത്, ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, സക്കാത്ത് ബാത്തിലായി പോകുന്ന വിഷയമുണ്ട്. അതേപോലെ തന്നെ നോമ്പ്, അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, ബാത്തിലായി പോകുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹജ്ജ്, ഷർത്തുണ്ട്, ഫർളുണ്ട്, ബാത്തിലായി പോകുന്ന വിഷയമുണ്ട്. ഇതേപോലെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിന് ഇതൊന്നും ബാധകമല്ലേ? എന്താണ് ഈ ഷഹാദ? അത് വിശ്വസിക്കേണ്ട വിഷയമാണോ അതോ ചെയ്യേണ്ട വിഷയമാണോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? തടികൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇസ്ലാം കാര്യങ്ങൾ എന്നും, മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്നും പറയുന്നു. അതല്ലേ പണ്ടേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ടേ നമ്മൾ പഠിച്ച വിഷയം അതാണല്ലോ. തടി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഷഹാദത്ത് തടി കൊണ്ട് ചെയ്യേണ്ട കാര്യത്തിൽ പെട്ടതാണോ, മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യത്തിൽ പെട്ടതാണോ, അഥവാ ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണോ, ഈമാൻ കാര്യത്തിൽ പെട്ടതാണോ? ഷഹാദത്ത് ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണല്ലോ. ഇസ്ലാം കാര്യം ഒന്നാമത്തത്, ഈമാൻ കാര്യം ഒന്നാമത്തതോ? അൽ ഈമാനു ബില്ലാ അൻ തുഅ്മിന ബില്ലാ. ഇസ്ലാം കാര്യം ഒന്നാമത്തത് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അപ്പൊ ഈമാൻ കാര്യത്തിൽ അൽ ഈമാനു ബില്ല, അള്ളാഹുവിനെ അംഗീകരിക്കുക. എന്താണ് ഈമാന്റെ വായന? വിശ്വസിക്കാന്നുള്ള അർത്ഥം വിട്. അത് ഞാൻ പണ്ടേ പറഞ്ഞ വിഷയമാണല്ലോ. വിശ്വസിക്കാന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ കൊളാക്കണ്ട. അള്ളാഹുവിനെ അംഗീകരിക്കുക, അൽ ഈമാനു ബില്ല. എന്തൊക്കെ അംഗീകരിക്കണം? അള്ളാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കണം, അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കണം, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കണം, അള്ളാഹുവിന്റെ അസ്മാവുകളെ അംഗീകരിക്കണം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ അംഗീകരിക്കണം. ഈമാൻ. ഈ അംഗീകരിച്ചതിനെ പ്രാവർത്തികമാക്കണം ഇസ്ലാം. ഈ അംഗീകരിച്ച വിഷയത്തെ പ്രാവർത്തികമാക്കണം ഇസ്ലാം. ഇസ്ലാമിൽ ഈമാനെ പ്രാവർത്തികമാക്കൽ എങ്ങനെയാണ്? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നു മുതൽ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും എന്തിലേക്കും ആശ്രയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ അള്ളാഹിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. എൻ്റെ എന്ത് പ്രശ്നവും ഞാൻ എൻ്റെ അള്ളാഹിനെ അറിയിക്കുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൊരാള്, ഇടയ്ക്കൊരു ഷെയ്ഖ്, ഇടയ്ക്കൊരു വലിയ്, ഇടയ്ക്കൊരു ബീവി, അല്ലെങ്കിൽ ഒരു ബാവ, അല്ലെങ്കിൽ ഒരു തങ്ങള്, അല്ലെങ്കിൽ ഒരു തങ്ങച്ചി അല്ലെ, തങ്ങള് മുന്നത്ത് തങ്ങച്ചി അല്ലേ, അല്ലെങ്കിൽ ഒരു ജിന്ന്, അല്ലെങ്കിൽ ഒരു മലക്ക്. ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ കുത്തുബിയത്ത്, പണ്ട് കുത്തുബിയത്ത് എന്താ? യാ ഇമാം യാ അലി, യാ ഇമാം യാ ഇമാം യാ അലി, യാ ഇമാം യാ അലി. കേട്ടില്ല അങ്ങനത്തെ കുത്തുബിയത്ത്? നിങ്ങൾ പിള്ളേർ കേൾക്കൂല. കാരണം എന്താ പറയാ, അത് ഈ നാട്ടിലില്ല. ആ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സമർത്ഥമായിട്ടാണ് അതിന്റെ പകരമായിട്ട് യാ ഗൗസി യാ മുഹീദ്ദീൻ ഉണ്ടാക്കിയെടുത്തത്. മനസ്സിലായില്ലേ? അതൊരു വലിയ കഥയാ. പിന്നെയുള്ള കുത്തുബിയത്ത് എന്താണ്? യാ ഹുസൈൻ ഇമാം യാ ഇമാം യാ ഹുസൈൻ യാ ഇമാം യാ ഹുസൈൻ. പിന്നെയുള്ള കുത്തുബിയത്ത് എന്താ? യാ ഇമാം യാ ഹസൻ യാ ഇമാം യാ ഹസൻ. പിന്നെ 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 വേറെ ഭാഗത്തേക്ക് പോയാ യാ ഫാത്തിമ യാ ഫാത്തിമ യാ ഫാത്തിമ മൗലൂദ് കേട്ടിട്ടില്ലേ? ഫാത്തിമ മൗലൂദ്. നിന്റെ പെങ്ങള് ഫാത്തിമയല്ല. ഫാത്തിമ മൗലൂദിൽ ഒരു ഇതുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ മേറാജിന് പോയി. റസൂലുള്ളാഹി തങ്ങൾ മേറാജിന് പോയപ്പോ സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു. ഈ ഷിയാക്കളുടെ പരിപാടി പകുതി സത്യം പകുതി കളവുമായിരിക്കും. ആ പകുതി സത്യം പറഞ്ഞിട്ടും പിന്നെ പകുതി കളവ് പറഞ്ഞിട്ട് പിന്നെ സത്യം കൊണ്ട് ആ കളവിനെ മൂടുകയും. ഈ മൊല്ലന്മാരെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാവും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗം കണ്ടു നരകം കണ്ടു. ശരിയാണ്. ഒരു റസൂലുള്ളാഹി തങ്ങൾ ഇത്തലഅത്തുൽ ജന്നത്ത വന്നാർ ലമ്മാ ഉരിജ ബി ഇല സമായി ഇത്തലഅത്തുൽ ജന്നത്ത വന്നാർ. നരകവും സ്വർഗവും എനിക്ക് എൻ്റെ അല്ലാഹു തആല കാണിച്ചു തന്നു. റഅയ്തുൽ ജന്നത്ത അക്തറ അഹ്ലിഹൽ ഫുഖറാ. സ്വർഗത്തെ ഞാൻ കണ്ടു, അതിലധികം ഉണ്ടായത് എൻ്റെ സമുദായത്തിലെ സാധുക്കളാ, പാവങ്ങള്, സാധുക്കള്, അന്നന്ന് ജോലി ചെയ്തിട്ട് അന്നന്ന് ജീവിക്കുന്നവര്. വറഅയ്തു നാറ. നരകത്തെ ഞാൻ കണ്ടു അക്തറ അഹ്ലിഹൻ നിസാ. നരകത്തിലധികവും ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്, എൻ്റെ സമുദായത്തിലെ സ്ത്രീകളെയാണ്. എന്നിട്ട് ഇങ്ങനെ റഅയ്തു ഇംറഅത്തൻ മുഅല്ലഖത്തൻ ബിശഅരിഹാ യഗ്ലി ദിമാഗുഹാ. ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, അവളെ മുടി കൊണ്ട് വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്, തലച്ചോറ് ഉരുകി ഒഴുകുന്നുണ്ട്. വേറൊരു പെണ്ണ് ഞാൻ കണ്ടു, റഅയ്തു ഇംറഅത്തൻ റഅസുഹാ റഅസു ഖിൻസീരിൻ വബദനുഹാ ബദനു ഹിമാരിൻ. ഒരു പെണ്ണിന്റെ തല പന്നിയുടെ തല പോലെയും ശരീരം കഴുതയുടെ ശരീരം പോലെയും ഉണ്ട്. തഖ്റുജു നാറു മിൻ ഫീഹാ വതദ്ഖുലു നാറു മിൻ ഫീഹാ വതഖ്റുജു മിൻ ദുബരിഹാ. വായിലൂടെ തീനാളങ്ങൾ പ്രവേശിച്ച് ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ എത്രത്തോളം ഉണ്ട് നിങ്ങൾ അതിന്റെ സഹിയായ സനതൊക്കെ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ തന്നാ മതി. ഇതൊക്കെ പണ്ട് പഠിച്ചതാ മദ്രസയിൽ. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ സ്വർഗത്തിൽ കയറിയപ്പോൾ കൊട്ടാരം കണ്ടു. ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് ചോദിച്ചു റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. ഇത് ഖദീജക്കുള്ളതാണ്, ഇത് ഖദീജക്കുള്ളതാണ്. ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറി ആ കൊട്ടാരം റസൂലുള്ളാഹി തങ്ങൾ സന്ദർശിച്ചു. ഈ സമയത്ത് ജിബ്രീൽ ഒരു ആപ്പിൾ പഴം കൊണ്ട് കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക്. അത് റസൂലുള്ളാഹി തിന്നു. ആ ആപ്പിൾ പഴം കഴിച്ചതിൽ നിന്നുണ്ടായ ശുക്ലത്തിലാണ് ഫാത്തിമ ജനിച്ചത് എന്ന്. മെഹ്റാജിന് പോകുമ്പോൾ ഫാത്തിമക്ക് 11 വയസ്സുണ്ട്. മെഹ്റാജ് ചോദ്യം ചെയ്യാൻ പാടില്ല. മൗലൂദ് റാത്തീബ് കുത്തുബിയത്ത് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ശൈഖുനമാര് പറയും, മുരീദന്മാര് കേട്ടോളാം, മിണ്ടാൻ പാടില്ല. അതൊന്നും ചോദിക്കാൻ പാടില്ല. അതിനെല്ലാം വകുപ്പുകൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് കൊടുക്കുന്ന ഉറപ്പാണ്, അള്ളാഹുവിന് കൊടുക്കുന്ന കരാറാണ്, അഹിദാണ്, ഉടമ്പടിയാണ് അള്ളാഹുമായിട്ട് അശ്ഹദു. അതുകൊണ്ട് ഉലമാക്കൾ ചർച്ച ചെയ്യാറുണ്ട്, ഷഹാദത്ത് പറയുമ്പോൾ എപ്പോഴും ഏകവചനമേ പറയുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ബഹുവചനം. അൽഹംദുലില്ലാഹി നഹ്മദുഹു ബഹുവചനം, വനസ്തഈനുഹു ബഹുവചനം, വനസ്തഗ്ഫിറുഹു ബഹുവചനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷഹാദത്തിലേക്ക് വരുമ്പോൾ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ എത്തുമ്പോൾ ഏകവചനമായി. കാരണം ഷഹാദത്ത് ഒറ്റക്കൊറ്റക്കാണ്, നമ്മളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് അള്ളാഹ് കൊടുക്കുന്ന കരാറാ. നമ്മളെല്ലാം കൂടിയിട്ട് ശൈഖും മുരീദും പോലെ തരീഖത്ത് പോലെ എല്ലാം കൂടിയിട്ട് അങ്ങനെയല്ലേ. അത് ഞാൻ കുത്തുബിയത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പുതിയൊരു കുത്തുബിയത്ത് ഉണ്ട്. എന്താണ് കുത്തുബിയത്ത് കണ്ടിട്ടുണ്ടോ? യാ ഗൗസി യാ മൊഹീദ്ദീൻ കുത്തുബിയത്ത്. അത് ഈ തമിഴ്നാട്ടുകാരനായ ഒരു സദഖത്തുള്ള എന്ന് പറഞ്ഞൊരു ഷീഈ മൊല്ല ഉണ്ടാക്കിയതാണ് ഈ കുത്തുബിയത്ത്. 200 കൊല്ലം പഴക്കമുള്ളതിന്, 1400 കൊല്ലം പഴക്കമുള്ള ഇസ്ലാമിന് 200 കൊല്ലത്തെ കുത്തുബിയത്ത് എന്ത് ബന്ധമാണ്? അതും കേരളത്തിലേ ഉള്ളൂ. വടക്കേന്ത്യ പോയ കുത്തുബിയത്തൊന്നും കാണൂല. വടക്കേന്ത്യയിൽ ഈ യാ ഗൗസി യാ മൊഹീദ്ദീൻ കുത്തുബിയത്തൊന്നുമില്ല. തമിഴ്നാട്ടിൽ എല്ലായിടത്തൊന്നുമില്ല. 200 കൊല്ലത്തിന് ഇപ്പുറം യാ ഇമാം യാ അലിക്ക് പകരമായിട്ട് കേരള ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. കാരണം മറ്റേ ഷിയാക്കളായതുകൊണ്ട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വന്നു പോകണ്ട നമ്മൾ ഷിയാക്കളാണോ എന്ന്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇതാക്കിയ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇറാനിൽ നിന്ന് വന്നത് യാ ഗൗസി യാ ഇമാം യാ അലി, തമിഴ്നാട്ടിൽ നിന്ന് വന്നത് യാ ഗൗസി യാ മൊഹീദ്ദീൻ. ഇതൊക്കെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ മൊല്ലമാര് അന്യായികൾക്ക് ഇപ്പൊ പുതിയൊരു കുത്തുബിയത്ത്. എന്താ കുത്തുബിയത്ത് എന്നറിയാം? നമുക്കറിയാം, മൗലവിമാർക്ക് ആർക്കും അറിയാം പുതിയ കുത്തുബിയത്ത്? അറിയില്ല. യാ ഇബാദല്ലാ യാ ഇബാദല്ലാ യാ ഇബാദല്ലാ. അയിനുവിന് പിന്നെ വയ്യ സ്വകാര്യം പറഞ്ഞാൽ മതി. യാ ഗൗസ് യാ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കും. അത് കുറെ പ്രാവശ്യം വിളിച്ചാൽ പിന്നെ ഇങ്ങനെ കൈകൊട്ടിയിട്ട് നിർത്തും, സ്റ്റോപ്പ്. അപ്പൊ ഇതിന്റെ ഖലീഫ ഇലാഹി അന്ത മഖ്സൂദി. ഇതുവരെ എയർടെല്ലിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം BSNL ഇല്ല. പിന്നെ ഇതിനെ എടുക്കാതെ വെച്ചിരിക്കുന്നത് യാ ഗൗസ് യാ മൊഹീദ്ദീൻ എന്ന് 100 പ്രാവശ്യം വിളിക്കും എല്ലാവരും കൂടിയിട്ട്. എടുത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹേ അല്ലാഹുവേ, നീയാണ് എന്റെ ലക്ഷ്യം, നീയാണ് എന്റെ ഞാൻ തേടുന്നത് നിന്നെയാണ്, നീയാണ് എന്റെ തേട്ടം, നീയാണ് എന്റെ ലക്ഷ്യം. ഈ കൗമി ഇതൊന്നും അറിയില്ല അല്ലാഹുവേ. വരികൾക്കിടയിൽ ഈ കൗമി യാ ഗൗസ് യാ മൊഹീദ്ദീൻ എന്ന് വിളിച്ചത്, അത് വിളിപ്പിച്ചത് ചോറിന്റെ കാര്യമാണ് അല്ലാഹുവേ, ലക്ഷ്യം നീയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഇടയ്ക്ക് കുത്തുബിയത്ത് പരിചയമുണ്ടോ? ഇതല്ല, കണ്ടിട്ടില്ല. ഇതൊക്കെ കുറെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കയറി വന്നതാ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ എന്നെങ്ങനെ ക്രൂശിക്കുന്നത്? ഞാൻ കെട്ടുകെട്ടുത്ത ശീയത്തിൽ നിന്നും അശരീയത്തിന്റെയും ജീർണതകളിൽ നിന്ന് കുളിച്ചിട്ട് വന്നവനാണ് ഞാൻ. കടുത്ത ശീയത്തും കടുത്ത ശയ്യത്തും. നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നതിനാ വെറുതെ ആവശ്യമാണ്. ഞാൻ സമ്മതിക്കുന്നു, അന്ന് ഷീയത്തിന്റെ വാദയിൽ, ഇന്ന് സലഫിയത്തിന്റെ രാജവാദയിൽ. ഈ രാജവാദ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചൊയലി രോഗം പിടിക്കും. ചൊയലി എന്ന് പറഞ്ഞാൽ അറിയാവോ? നമ്മളെ മംഗലാപുരത്ത് ചൊയലി രോഗത്തിന് എന്താ പറയാ? ആടെ ചൊയലി രോഗത്തിന്റെ പേരാണ്. വെറുതെ എന്റെ കണക്കുന്നതിന് നിങ്ങൾ ആവശ്യമില്ല. ചൊയലി എന്ന് പറഞ്ഞാൽ അപസ്മാരം. അപസ്മാരത്തിന് എന്താ പറയാ വടക്കോട്ട്? അത് ഇംഗ്ലീഷിലല്ലേ. മംഗലാപുരക്ക് എന്താ പറയാ? അങ്ങനത്തെ രോഗത്തെ പറ്റി അറിയയില്ലേ? അല്ലാകട്ടെ. ഇതാണ് വിഷയം. ഇതെല്ലാവരും തമാശയാണ്, എല്ലാവർക്കും ഒരേ തമാശയാണ്. റാത്തീബ് കേൾക്കും പണ്ട് മുത്തല്ലിമായിരിക്കുന്ന കാലത്ത്. ഹൂ അല്ലാ അവനല്ലാ, ഹൂ അല്ലാ അവനവനല്ലാ. ഒരു പരിഭാഷ അവിടെ റാത്തീബിന്റെ പരിഭാഷ. നമ്മളെ മുത്തല്ലിമീങ്ങളല്ലേ, മുത്തല്ലിമീങ്ങൾക്കാണല്ലോ സകല കുരുത്തക്കുകളും. അങ്ങനെ റാത്തീബിന് പോകും. അന്തൽ ഹാദി അന്തൽ ഹക്കു ലൈസൽ ഹാദി ഇല്ലാഹു. ഉന്തല്ലാട തള്ളല്ലാട ബെയ്ച്ചല്ലാതെ പോകൂല. എങ്ങനെയുണ്ട് റാത്തീബ്? അന്നൊന്നും ഈ രീതിയിൽ ശിർക്ക് പ്രകടമായിട്ടില്ല. അന്നെല്ലാം ഇതൊരു തരം നാടകം, ഒരു പാട്ട് കച്ചേരി, കുത്തുബി തോന്നിയ ഒരു പാട്ട് കച്ചേരി. പണ്ടൊക്കെ പോവുക, ഇങ്ങനെ ചെല്ലിക്കൊടുക്കുക, തോറിയിക്കുക, വരിക. ഇന്നത്തെ ഇബാദത്തായി മാറി. കാലം വളരെ അപകടത്തിലാണ്. അതുകൊണ്ട് പണ്ടുള്ള ശേഖന്മാരെന്ന് പറഞ്ഞിട്ട് ആരും പരസ്യം ചെയ്യണ്ട. പണ്ട് ഇതെല്ലൊരു തമാശയാണ്, ഇന്നൊരു കാര്യമാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം നാം ഇക്കാര്യം. ആ കൂട്ടത്തിൽ വന്നൊരു കുത്തിവെത്താണ് യാ ഇബാദി യാ ഇബാദി യാ ഇബാദി. ഇപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ കുത്തിവെത്ത് നടത്തുന്നത്.
യാ ഇബാദി യാ ഇബാദി. ഈ അന്തമക്കുസൂദി എന്ന് പറയുന്ന പോലെ ഐനൂനി എന്നുള്ളതോ മെല്ലെ പറയും. അപ്പൊ യാ ഇബാദല്ലാ, യാ ഇബാദി യാ ഇബാദല്ലാ. അപ്പൊ യാ ഇബാദല്ലാ യാ ഇബാദല്ലാ കുത്തുബിയത്ത് ആരാന്ന് ചോദിക്കാൻ അറിയാം, എല്ലാം പഠിച്ചിരിക്കണം. അല്ലൊരു കുത്തുബിയത്ത ഓരോ കാലഘട്ടത്തിൽ വന്ന പുതിയ പുതിയ കുത്തുബിയത്തുകളാണ് അതൊക്കെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാം അള്ളാഹ് കൊടുത്ത കരാർ എന്താ? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഞാനത് ഉറപ്പ് തരുന്നു. ഇന്നു മുതൽ ഞാൻ ജീവിച്ച് തെളിയിക്കാമെന്ന് നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു അള്ളാഹുവേ. എന്താണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇന്നു മുതൽ എനിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നം നിന്നെ അല്ലാതെ വേറൊരാളെയും, ഒരു ശൈഖിനെയും, ഒരു വലിയനെയും, ഒരു ജാറത്തിലും, ഒരു തങ്ങളെടുത്തും, ഒരു ബീവിരെടുത്തും, ഒരു ബാവരെടുത്തും, ആരെടുത്തും ഇനി പോയിട്ട് ചാർന്നു നിൽക്കുന്ന പരിപാടിയില്ല. നിന്റെ അടുത്ത് മാത്രമേ ഞാൻ എൻ്റെ പരാതികളിൽ പറയാൻ തയ്യാറുള്ളൂ. അഷ്ഹദു, അത് ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ലേ ഷഹാദത്തിന്റെ മാന? അതല്ലേ ഷഹാദത്തിന്റെ മാന? അതുകൊണ്ടാണല്ലോ കൂട്ടുകാരെ 2 ഫർള് വെച്ചില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാൻ 2 ഫർളുകൾ, നിസ്കാരം സഹിയാകാൻ 14 ഫർളുകൾ, നോമ്പ് സഹിയാകാൻ 2 ഫർളുകൾ, ഹജ്ജ് സഹിയാകാൻ 5 ഫർളുകൾ അല്ലേ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാനുള്ള ഫർള്? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ സഹിയാകണമെങ്കിൽ 2 കാര്യം അംഗീകരിച്ചിരിക്കണം. ഒന്ന് നിരാകരണമാണ്, രണ്ടാമത്തത് സ്ഥിരീകരണമാണ്. നിരാകരിക്കേണ്ടത് എന്തിനെയാണ്? ലാ ഇലാഹ, ഒരു തങ്ങളെയും ഒരു ശൈഖിനെയും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അംഗീകരിക്കുന്നത് ഇല്ലല്ലാഹ്, അത് ഇസ്ബാത്താണ്, സ്ഥിരീകരണം. ഒന്നാമത്തത് നിരാകരണം. ഖുറൈശികൾ ഇലാഹുകളെ പറ്റി പറയുന്നത് കേട്ടപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളോട് ദേഷ്യം പിടിച്ചത്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ് ഖുറൈശികൾക്ക് ദേഷ്യം വന്നത്. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഖുറൈശികൾക്ക് നന്നായിട്ട് അറിയാം. എന്നല്ലാതെ അള്ളാഹുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഖുറൈശികൾക്ക് ദേഷ്യം പിടിച്ചത്. അള്ളാഹുവിനെ നന്നായിട്ട് വിശ്വസിക്കുന്നവരാണ് അവർ. നിങ്ങൾ അള്ളാഹിനെ റബ്ബായി അംഗീകരിക്കണം എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞത്. അതവർ ഓൾറെഡി അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവരാണ് എന്നത് ഖുർആൻ സാക്ഷിയാണ്. അത് റസൂലുള്ളാഹി തങ്ങൾ പുതുക്കേണ്ടതില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഖുറൈശികൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവരാ. എന്ത് കാര്യങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. അത് ചോദിച്ചാൽ അവരങ്ങനെ തന്നെയാണ് മറുപടിയും പറയാറ്. ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, കുൽ മൻ ബിയദിഹി മലകൂതു കുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ചോദിക്കും നബി അവരോട്, ഈ ഭൂമിയും ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ആരുടെ ആധിപത്യത്തിലാണെന്ന് ചോദിച്ചു നോക്ക് അവരോട്. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ അവരോട്. സയഖൂലൂന ലില്ലാഹ്, ഉടൻ തന്നെ മറുപടി വന്നു, ഭൂമി അള്ളാഹ്ക്കുള്ളതാണ് മുഹമ്മദേ, ഭൂമിയിലെ സകലതും അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ് മുഹമ്മദേ. അപ്പൊ തിരിച്ച് ചോദിക്കാൻ വേണ്ടി പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖുൽ ഫഅന്ന ഖുൽ അഫലാ തതക്കറുൻ. നിങ്ങൾ ചിന്തിക്കാത്തത് എന്താ? നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിങ്ങൾക്ക് എന്താണത് മനസ്സിലാവാത്തത്? ഞാൻ ഈ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അള്ളാഹു ആണ്, നിങ്ങൾ സമ്മതിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും ചോദിക്കാൻ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖുൽ മൻ റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർശിൽ അളീം. ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർളി വ റബ്ബുൽ അർശിൽ അളീം. ഈ ആകാശങ്ങളുടെ റബ്ബ് ആരാണെന്ന് അവരോട് ചോദിച്ചു നോക്കി. റബ്ബ് എന്ന് പറഞ്ഞാൽ മാലിക്കും ഖാലിക്കും മുദബ്ബിറും ആരാണെന്ന് ചോദിച്ചു നോക്കി. അതേപോലെ തന്നെ അർശിന്റെ റബ്ബാർ, മഹത്വമായ അർശിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചു നോക്കി. അപ്പൊ ഖുറൈശികൾ ചില്ലറക്കാരല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ഖുറൈശികൾ ചില്ലറക്കാർ ഇച്ചിരി വിവരമുള്ളവരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഖുറൈശികളോട് അർശിന്റെ റബ്ബിനെ പറ്റി ചോദിക്കാൻ അള്ളാഹുവാണ് നബിതങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ഖുറൈശികൾക്ക് ഇച്ചിരി വിവരമുണ്ട് എന്നതിന്റെ അർത്ഥം. ഈ കാലഘട്ടത്തിലെ മല്ലമാരെ മാതിരി അല്ല ഖുറൈശി മല്ലമാര് എന്ന് മനസ്സിലാകുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അള്ളാന്റെ അർശിനെ പറ്റി അറിയുന്നവരാണ്. അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം റസൂലുള്ളാഹി തങ്ങളെ നമ്മള് എങ്ങനെ കണ്ടത്? ഒന്നും തിരിയാത്ത ഒരു പൊട്ടനോട് പോയിട്ട് എനിക്ക് ഇന്നലെ എങ്ങാനും വന്ന് പിന്നെ അല്ലെങ്കിൽ 5-10 വയസ്സുള്ള പിള്ളറോട്, ആ പിള്ളറോട് പോയിട്ട് നിങ്ങൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു, റഷ്യയിൽ എന്ത് നടക്കുന്നു ചോദിച്ചാൽ പിള്ളർക്ക് എന്തെങ്കിലും പറയാം. പിള്ളർക്ക് പറ്റിയ ചോദ്യമല്ലേ ചോദിക്കുക? വില്ലാക്കും അല്ലേ? ഇന്റർവ്യൂവിന് പോയാൽ, ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയ ഇന്റർവ്യൂവിന് പോയാൽ ഓട്ടോറിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ലേ ചോദിക്കുക അല്ലേ? കളക്ടർ ആകാൻ വേണ്ടിയിട്ട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ലേ ചോദിക്കുക? വലിയൊരു എഞ്ചിനീയർ ആകാനാണെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുക. ഇവിടെ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം ഗ്രാൻഡ് ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, കുൽ മൻ റബ്ബുസ് സമാവാത്ത്. സബ് ചെയ്യുന്നുണ്ട് അവിടെ? ഇല്ലല്ലോ. കുൽ മൻ റബ്ബുസ്
കുൽമൻ റബ്ബുസ് സമാവാത്തി കുൽമൻ റബ്ബുസ് സമാവാത്തി സബ് കുൽമൻ റബ്ബുസ് സമാവാത്തി സബ് വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ അളീം. അർശ് ആകാശം, 7 ആകാശത്തിന്റെ റബ്ബാരാണെന്ന് ചോദിക്കാനാണ് മുഹമ്മദ് നബിയോട് പറയുന്നത്. ഖുറൈശികളോടാ ചോദിക്കുന്നത് 7 ആകാശത്തെ പറ്റി. ഇപ്പല്ലേ നിങ്ങളെ ശാസ്ത്രവും കുസ്ത്രവും ഒക്കെ വന്നിരിക്കുന്നത്. അന്ന് ഖുറൈശികളോടാ ചോദിച്ചത്. ഖുറൈശികൾക്ക് ഒരു സംശയം കാര്യത്തിലില്ല ആകാശം 7 കാര്യത്തിൽ. ആകാശം 7 ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഖുറൈശികൾക്ക് ഒരു സംശയമില്ല. ആ 7 ആകാശത്തിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു നോക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയുടെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു നോക്കിൽ, അർശിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചു നോക്കിൽ, സയഖൂലൂന ലില്ലാഹ്. അപ്പോൾ മറുപടി എന്താണ്? അല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹ്. ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളെ വഞ്ചിക്കാനും വേണ്ടി മൊല്ലമാര് വ്യാഖ്യാനിച്ചു കൊടുത്തത് എന്താണ്? ആയ അള്ളാഹ് മുഹമ്മദ് നബി പറയുന്ന ഒറിജിനൽ അള്ളയല്ല, ഡ്യൂപ്ലിക്കേറ്റ് അള്ളയാണ്, കള്ളമല്ലേ അത്? ഞാൻ ചോദിക്കട്ടെ, അഷ്റഫുൽ എന്റെ ഉപ്പാന്റെ പേരെന്താ അല്ലേ? ആരിട്ട പേരാ? മോനിട്ട പേരോ? സാധാരണ ബാപ്പാക്ക് മോൻ പേരിട്ട അബ്ദുൽ മുത്തലിബ് ഇട്ട പേരല്ലേ? അബ്ദുള്ള എന്ന ആ അള്ളാഹ് അറേബ്യൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു ബിംബമുണ്ടോ? കേട്ടിട്ടുണ്ടോ? ലാത്ത ഉണ്ട്, ഉസ്സ ഉണ്ട്, മനാത്ത ഉണ്ട്, എല്ലാം ഉണ്ട്. അള്ളാഹ് എന്നുള്ള പേരിലൊരു ബിംബമുണ്ടോ? വല്ലാഹി ഇല്ല. കാരണം അള്ളാഹു സർവ്വലോകത്തിന്റെയും റബ്ബാണെന്ന് ഖുറൈശികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ തിരുത്തി കൊടുക്കാതിരുന്നത്. അല്ല മുഹമ്മദേ, അവര് പറയുന്ന അള്ളയല്ല, പ്രപഞ്ചത്തിന്റെ റബ്ബായ അള്ളാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞില്ല. അവരല്ലാ എന്ന് പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു കൊടുത്ത റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ സത്യമാണ് അവർ പറഞ്ഞ മറുപടി. ഉടൻ തന്നെ ചോദ്യം തുടങ്ങുന്നത്, ഖുൽ അഫലാ തത്തഖൂൻ. പിന്നെ നിങ്ങൾ എന്തേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്തത്? അയല്ലാഹു ആണല്ലോ നിങ്ങൾ എന്തുണ്ടെങ്കിലും അള്ളാഹിനോടേ ചോദിക്കാവൂ എന്ന് പറയുന്നത്. അതെന്താ നിങ്ങൾ അനുസരിക്കാത്തത്? അള്ളാഹ് റബ്ബാണ് നിങ്ങൾ അംഗീകരിക്കുന്നു, ഇലാഹാണെന്ന് എന്തേ അംഗീകരിക്കാത്തത്? ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾ എന്തുകൊണ്ട് ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയാളുകളാക്കി വെച്ചവർക്കാണ് ഖുറൈശികൾ ഇലാഹ് എന്ന് പറയാറ്. എന്നുവെച്ചാൽ ജാറങ്ങൾക്കാണ് ഇലാഹ് എന്ന് പറയാറ്, ശേഖന്മാർക്കാണ് ഇലാഹ് എന്ന് പറയാറ് ഖുറൈശികൾ. അതുകൊണ്ട് ലാ റബ്ബ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്ക് ദേഷ്യം പിടിക്കുന്നില്ല. കാരണം റബ്ബ് അള്ളാഹു ആണെന്ന് അവർ അംഗീകരിക്കുന്നു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഖുറൈശിക്ക് ദേഷ്യം എന്താ? അയല്ലാഹുവിലേക്ക് ചേരാൻ ഇടയാളുകൾ പറ്റൂല എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അബൂലഹബ് പൊട്ടിത്തെറിച്ചത്, തബ്ബല്ലക യാ മുഹമ്മദ്. കാരണം ഇങ്ങും അങ്ങോട്ടുള്ളതെല്ലാം അള്ളാഹ്ക്ക് തന്നെ കൊടുക്കാവൂ എന്ന് ഖുറൈശികൾ അംഗീകരിച്ചാൽ അതോടുകൂടി കഅബാലയത്തിന്റെ പരിസരത്തുള്ള ജാറത്തിലെ വരുമാനം കുറയും. അന്ന് പൂജാരി അബൂലഹബാണ്. അതുകൊണ്ടാ മറ്റുള്ളവർക്ക് എല്ലാം ദേഷ്യം കടിച്ചിറക്കിയെങ്കിലും അബൂലഹബ് പൊട്ടിത്തെറിച്ചത് അബൂലഹബിനാണ്. ആ സമയത്തെല്ലാം കഅബാലയത്തിന്റെ പൂജാരി പണി. ആ അവിടെ പോയിട്ട് ഇലാഹൽ നടത്തി പറഞ്ഞ് ജാഹിബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്ന ജോലി ആർക്കാണ്? അബൂലഹബിനാണ്. വരുന്നവരും മാന്യന്മാരാണോ അല്ലാത്തവരാണോ നോക്കി ഓരോരോ ജാറത്തിനടുത്തേക്ക് പോയി, പിന്നെ ഇന്ന ആവശ്യത്തിന് ഇന്ന ജാറം, ഇന്ന ആവശ്യത്തിന് ഇന്ന ജാറം, 5 ആറത്തിൽ പോകാൻ ഒട്ടകത്തെ നേർച്ചയാക്കണം, 5 ആറത്തിൽ പോകാൻ കുതിരയെ നേർച്ചയാക്കണം, 5 ആറത്തിൽ പോകാൻ വെറും മുട്ട പുഴുങ്ങിയത് മതി എന്നൊക്കെ പറയുന്ന ജോലി അബൂലഹബിന്റെ ജോലിയാണ്. അതുകൊണ്ട് അബൂലഹബിന് സഹിക്കാൻ പറ്റാതെ പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന. ഈ തോന്നിയവാസം പറയാനാണോ നീ ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇത് തന്നെയാണ് ഇപ്പോൾ ഷിയാക്ക സലഫികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു രസമുള്ള പാരമ്പര്യമാണെന്ന് അറിയുമോ? ദാറുൽ നദ്വ സുന്നി സെന്റർ, ദാറുൽ അർക്കം സലഫി സെന്റർ. എന്താ സംശയം? എന്താ സംശയം? ഖുറൈശികൾ സുന്നി സെന്ററുകാരാണ്. ആധുനിക സമൂഹത്തിലെ ഷിയാക്ക സുന്നി സെന്ററുകാരാണ്. നമ്മൾ ക്ഷണിക്കുന്നത് സലഫി സെന്ററിലേക്കാണ്, ദാറുൽ അർക്കമിലേക്ക്. അബൂതാലിബിന്റെ നേതൃത്വത്തിൽ ശൈഖുനമാരെല്ലാം ഒരുമിച്ച് ഉടനെ ദാറുൽ നദ്വയിലാണ്. അവിടെയാണ് കുത്തുബിയത്തൊക്കെ നടക്കാറ്. യാ ലാത്ത യാ ലാത്ത യാ ലാത്ത യാ ഉസ്സ യാ ഉസ്സ. എങ്ങനെ ആലോചിച്ചോക്കട്ടെ കുത്തുബിയത്തിനെ പറ്റി. എന്നാൽ ഈ പിരാന്ത് അവർ ചെയ്തിട്ടില്ല. അവരെന്തേ ചെയ്യാറുള്ളൂ? അള്ളാഹുവിനോട് ചോദിക്കും, ഇവരെ ഇടയാളാക്കിക്കൊണ്ട് ലാത്തന്റെ ബർക്കത്തുകൊണ്ട് എന്തെങ്കിലും താ അള്ളാഹുവേ. അവർ അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞിട്ടൊരു വിഷയമില്ല. ഉസ്സന്റെ ബർക്കത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തതാ അള്ളാഹുവേ. അതേ അവസരത്തിൽ വല്ലാഹി ഇന്നത്തെ മാതിരി മുദബ്ബിർ ഇന്ന വലിയ, ഷെയ്ഖ് ഇന്ന വലിയ, സൃഷ്ടിക്കുന്നത് ഇന്ന വലിയ,
പടച്ചോൻ ഇന്ന വലിയ ഇതൊന്നും കുറേശികൾ പറയില്ല. കാരണം കുറേശികൾ ഇച്ചിരി ബുദ്ധിയും തൻ്റെ ഉള്ളവരാണ്, തറവാട്ടുകാരാണ്, അശോകന്റെ കുടുംബക്കാരാണ്, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടികളാണ്, ഇസ്മായിൽ നബിന്റെ പേരക്കുട്ടികളാണ്. ആ തറവാടിത്തം അവർ കറഞ്ഞു വിളിച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. മുഹമ്മദ് നബിയെ ചോദിച്ചു നോക്ക് അവരോട്. മലക്കൂത്തു സമാവാതി വൽ മുൽക്കു സമാവാതി വൽ അർദ്. എന്താണ്? ഖുൽ മൻ ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈഇൻ യുജീറു വലാ യുജാറു അലൈഹി. ചോദിക്കു നബിയെ അവരോട്, സകല വസ്തുക്കളുടെയും ഉടമസ്ഥതാധികാരം ആരുടെ കയ്യിലാണെന്ന് അവരോട് ചോദിക്കും. മാലിക് ആരാണ്, ഉടമസ്ഥനാരാ ചോദിക്കും. ഇൻ കുന്തും തഅലമൂൻ, വിവരമുണ്ടെങ്കിൽ അവരോട് മറുപടി പറയാൻ വേണ്ടി പറ. സയഖൂലൂന ലില്ലാഹ്, അപ്പോഴും പറയുന്നു അല്ലാഹുവാണ്, എല്ലാം അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, എല്ലാം അല്ലാഹ്. പിന്നെ എന്താ കുഴപ്പം? അള്ളാഹുവിൽ നിന്ന് കിട്ടണമെങ്കിൽ തങ്ങളും ശൈഖും വേണം. ഇതാണ് ഖുറൈശികളുടെ വിശ്വാസം. അപ്പൊ അല്ലാഹു തആല ചോദിക്കുന്നത്, ഖുൽ അഫലാ ഫഅന്നാ തുസ്ഹറൂൻ, നിങ്ങൾ ഈ ജാറമാകുന്ന മായാവാലത്തിൽ നിങ്ങൾ പെട്ടുപോയത് എന്തുകൊണ്ടാണ്? ഈ ജാറമാകുന്ന സിഹർ നിങ്ങളെ പിടികൂടിയത് എന്തുകൊണ്ടാണ്? അള്ളാഹു ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നീങ്ങാൻ തുടങ്ങിയത്? എപ്പോഴാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, മറുപടി പറയുന്നു. വളരെ കൃത്യമായുള്ള കാര്യം. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് അള്ളാഹു മാത്രം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമുണ്ടാകാൻ. നമ്മൾ പറയുന്ന സാർ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരല്ലേ, അവർ ചൊല്ലിയിട്ടില്ലല്ലോ. ശരിയാണ്, അവർക്ക് അറിയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുകൊണ്ട് ചൊല്ലിയിട്ടില്ല. ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയില്ല. പണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറഞ്ഞ് മനസ്സോർപ്പിച്ചിട്ട് വന്നതാ, പിന്നെ തിരിഞ്ഞിട്ടില്ല. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നന്നായിട്ട് അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച സംഗതി കംപ്ലീറ്റ് കാലിയാവുന്ന ഖുറൈശികൾക്ക് അറിയാം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവർ തയ്യാറാകാത്തത്. ലാ ഇലാഹ അവർ ചോദിച്ചു, റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഒരു ഇലാഹ് എല്ലാ ഇലാഹുകളെയും കൂട്ടിട്ട് ഒരു ഇലാഹ് മതി എന്നാണോ നീ പറയുന്നത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. ലാത്ത തങ്ങളുണ്ട്, ഉസ്സാ തങ്ങളുണ്ട്, മനാത്ത തങ്ങളുണ്ട്, അതേപോലെ തന്നെ വദ്ദ് തങ്ങള്, സുവാഹ് തങ്ങള്, യൗസ് തങ്ങള്, ഇബ്രാഹിം ഉപ്പാപ്പ, ഇസ്മായിൽ ഉപ്പാപ്പ, അങ്ങനെ വ്യത്യസ്ത മഹാന്മാര് ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മാത്രം മതി. ഇതെന്തൊരു അത്ഭുതമാണ് മുഹമ്മദ് നീ പറയുന്നത്. ഇത് വല്ലാത്ത അത്ഭുതമുള്ള കാര്യമാണല്ലോ. എന്താ ഖുറൈശികൾ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഖുറൈശികൾ 500 കൊല്ലമായിട്ട് മഹാന്മാരെ ഇടക്ക് നിർത്തിയിട്ടാണ് അള്ളാഹുവിനെ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടി മെനക്കെടുന്നത്. ഇതാണ് അള്ളാഹ് കൊടുത്ത ഷഹാദ. ഇവിടെയാണ് ഷഹാദത്തിന്റെ പ്രസക്തി. അതിൽ നിന്നാണ് അള്ളാഹു താല ഓരോരാളെ ഷഹാദത്ത് പറഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയോട് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞത് ശരിയാണ്, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാ. ഇന്നു മുതൽ ഞാൻ ഇടയാളെ വെച്ചുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന പരിപാടിയില്ല. ബിബർക്കത്തി ബിജാഹി ഒന്നും ഇനി അങ്ങോട്ടില്ല. ഞാൻ അള്ളാഹിനെ മാത്രമേ ഇനി വിളിക്കുള്ളൂ. ഏറ്റവും മുഹമ്മദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖദീജക്കും കാര്യം മനസ്സിലായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലിയിന് കാര്യം മനസ്സിലായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഓരോരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ അള്ളാഹുവിന് മാത്രം എന്ന് കരാർ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണല്ലോ ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ പറയുമ്പോൾ തന്നെ 5 വിഷയങ്ങൾ അതിൽ ഉൾക്കൊള്ളുകയല്ലേ. ഒന്ന്, അള്ളാഹുവിന്റെ ദാത്ത് ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹ്ക്ക് മാത്രമേ ആ ദാത്തുള്ളൂ. 2, അള്ളാഹുവിന്റെ റുബൂബിയത്ത് ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹ്ക്ക് മാത്രമേ ആ റുബൂബിയത്തുള്ളൂ. 3, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ഞാൻ അംഗീകരിക്കുന്നു. റുബൂബിയത്ത് അങ്ങന്ന് ഇങ്ങോട്ട് എന്തെനിക്ക് കിട്ടുന്നുണ്ടെങ്കിലും അള്ളാഹുവിൽ നിന്നേ കിട്ടാനുള്ളൂ എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഉലൂഹിയത്തും ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങന്ന് അങ്ങോട്ട് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കേ കൊടുക്കുള്ളൂ, അതും ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ അള്ളാഹുവിന്റെ അസ്മാകൾ ഞാൻ അംഗീകരിക്കുന്നു. അള്ളാഹ്ക്കുള്ള പേര് അള്ളാഹ്ക്ക് മാത്രം, വേറൊരാൾക്കും ആ പേര് പറ്റുകയില്ല. കുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക്, നിനക്ക് നീയിട്ട പേര് അത് നിനക്ക് മാത്രമുള്ളതാണ്. ആ പേര് വേറെ ഒരാൾക്കും ഞാൻ വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല, അതും ഞാൻ അംഗീകരിക്കുന്നു. സിഫാത്തും നിനക്ക് മാത്രം, നിന്റെ സിഫത്ത് നിനക്കേ പറ്റുള്ളൂ, വേറെ ഒരാൾക്കും ആ സിഫത്ത് പറ്റൂല, അതും ഞാൻ അംഗീകരിക്കുന്നു. എല്ലാം അംഗീകരിച്ചു കൊണ്ടുള്ള ഒറ്റ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരാ, അശ്ഹദു, അത് തെളിയിക്കാനും ഞാൻ തയ്യാറാണ്. അത് ജീവിച്ച് വെറും പറയലല്ല, വെറും പ്രസംഗിക്കലുമല്ല. എന്റെ 24 മണിക്കൂർ നേരം മരിക്കുന്നത് വരെ ആ പ്രഖ്യാപനം ലൈവാക്കി ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ്. ഇതല്ലേ ഷഹാദ?
ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഖാദിയാനികൾ എന്തെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദാത്തിന്റെ കാര്യത്തിൽ ഖാദിയാനികൾക്ക് വല്ല സംശയവുമുണ്ടോ? അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ കാര്യത്തിൽ ഖാദിയാനികൾക്ക് വല്ല സംശയവുമുണ്ടോ? ഖാദിയാനികൾ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി പടച്ചോനാണ് എന്ന് ഈ ഷിയാക്കൾ പറയും പോലെ ഖാദിയാനികൾ ആരും പറഞ്ഞതായിട്ട് തെളിവുണ്ടോ? അതേപോലെ തന്നെ മുദബ്ബിർ ഖാദിയാനിയാണ് എന്നുള്ള വിശ്വാസം, മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണ് മുദബ്ബിർ എന്ന വിശ്വാസം ഖാദിയാനികൾക്കുണ്ടോ? അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകൾ അള്ളാഹ്ക്ക് മാത്രമല്ല അഹമ്മദ് ഖാദിയാനിക്കും പറ്റും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടോ? അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഖാദിയാനിക്കും കൂടി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അവർ യാ മിർസ ഗുലാം യാ അഹമ്മദ് യാ മിർസ ഗുലാം യാ അഹമ്മദ് എന്ന കുത്തുബത്ത് അവർ കഴിക്കാറുണ്ടോ? അവരാരെങ്കിലും അഹമ്മദ് ഖാദിയാനിനെ തവസ്സുൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഷഫായത്തിന് വേണ്ടിയോ ഖാദിയാനിനെ വിളിച്ചിട്ട് യാ ഖാദിയാനി എന്റെ കാര്യം ഒന്ന് അള്ളാഹിനോട് നടത്തിത്തരണം എന്ന് പറയാറുണ്ടോ? നാം വായിച്ചയിടത്തോളം ഖാദിയാനികൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഉണ്ടോ? ഇല്ല. നാം പഠിച്ചിടത്തോളം വായിച്ചിടത്തോളം ഖാദിയാനികൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദയുമായി ബന്ധപ്പെട്ട് ആ ഷഹാദ ബാത്തിലാക്കി കളയുന്ന, ഒന്നാമത്തെ ഷഹാദ ബാത്തിലാക്കി കളയുന്ന ഒരു കാര്യവും ഖാദിയാനികളുടെ പ്രസംഗത്തിലോ വാക്കിലോ പുസ്തകത്തിലോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി രണ്ടാമത്തെ ഷഹാദ എടുക്ക്. എന്താണ് രണ്ടാമത്തെ ഷഹാദ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്ത ഒരാളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഷഹാദ ചോദിക്കുന്നത്. ഒന്നാമത്തെ ഷഹാദ നിർത്തിവെച്ചിട്ട് രണ്ടാമത്തെ ഷഹാദക്ക് ചോദിക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഒന്നാമത്തെ ഷഹാദന്റെ അനുബന്ധമാണ് രണ്ടാമത്തെ ഷഹാദ. ഒന്നാമത്തെ ഷഹാദ ഇല്ലാതെ രണ്ടാമത്തെ ഷഹാദ സഹിയാവൂല. സെപ്പറേറ്റ് ആയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കാനുള്ളത് മുഹമ്മദി റിസാലത്തനുസരിച്ചാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിനും ചോദിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹുൻ റസൂലുള്ളാഹ്. അതത്തെ കലിമ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റമില്ല. പിന്നെ വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ വന്നു ലൂത്ത്, പിന്നെ വന്നു സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന സാലിഹൻ റസൂലുള്ളാഹ്. പിന്നെ വന്നു ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഹൂദൻ റസൂലുള്ളാഹ്. പിന്നെ വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ലൂത്തൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റമുണ്ടോ? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയുള്ള ചർച്ചയ്ക്ക് പിന്നെ മാറ്റമില്ല. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറ്റുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്ര വലിയ കോലാഹലങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുമായിട്ട് വേറെ ഒരു കാലഘട്ടത്തിനും വേറെ ഒന്നിനും ഒരു ബന്ധവുമില്ല, ചരിത്രത്തിലും ഇല്ല. യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് ഇക്കാലഘട്ടത്തിനും യാ ഇമാം യാ അലി എന്ന അക്കാലഘട്ടത്തിനും വിളിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ സമുദായത്തിൽ ആ മുസ്ലിമീങ്ങളിൽ ആ ഷഹാദത്ത് അംഗീകരിച്ച മുസ്ലിമീങ്ങൾ ഇന്ന രീതിയിൽ ഇന്ന ആളെ വിളിച്ചിട്ട് ഈ രീതിയിൽ ദുആ ചെയ്തിട്ടുണ്ടെന്നൊന്നും ചരിത്രത്തിൽ കാണുന്നില്ല. പിന്നീട് വന്ന സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും റസൂലുകളെ അയക്കുകയാണ്. ഷഹാദത്ത് ദുർബലമാകുമ്പോൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബന്ധിപ്പിക്കുമ്പോൾ അത് തിരുത്താനാണ് റസൂലുകൾ വരുന്നത്. അവസാനം എത്തിയ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്താണ്? ഹിദായത്തിന് ശേഷം ഷഹാദത്തിലേക്ക് ഏർപ്പെട്ടവരോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഹിദായത്തിന് ശേഷം അള്ളാഹു താല പിന്നീട് ആവശ്യപ്പെടുന്നത് ഷഹാദത്താണ്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നു ഹിദായത്തിലൂടെ. കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ചിലരെ മാത്രമാണ് അള്ളാഹ് തെരഞ്ഞെടുക്കുന്നത്. വളരെ തുടക്കത്തിൽ പറഞ്ഞത് തിന്നാനും കുടിക്കാനും എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നു. പക്ഷെ ഹിദായത്തിന്റെ കാര്യത്തിൽ അള്ളാഹു താല പ്രത്യേകം ചില തീരുമാനങ്ങളാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹ് തീരുമാനിച്ച് നമ്പറിട്ട് വെച്ചവർക്ക് മാത്രമേ അതുള്ളൂ. അത് ഇബ്രാഹിം നബിന്റെ വാപ്പയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊടുക്കാൻ പറ്റൂല. നൂഹ് നബിന്റെ മോനാണ് ഭാര്യയാണെന്ന് നമുക്കാക്കിട്ട് കൊടുക്കാൻ പറ്റൂല. അഷ്റഫുൽ ഖൽക്കിന്റെ മൂത്താപ്പയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റൂല. കാരണം അള്ളാഹു താല ഹിദായത്തിന്റെ ഇടയിൽ വേറെ ആരെയും നിർത്തിയിട്ടില്ല. ഹിദായത്ത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള കരാറാണ്. അതിന്റെ ആർക്കും ഇടപെടാൻ പറ്റൂല. ഒരു നബി ഇടപെട്ടു, ഒരു റസൂൽ ഇടപെട്ടു, അതുകൊണ്ടൊന്നും ഹിദായത്ത് കിട്ടാൻ പോകുന്നില്ല. ഹിദായത്ത് കിട്ടാൻ ഇടപെട്ടാൽ ശരിയാവുമെങ്കിൽ നൂഹ് നബിന്റെ ഇടപെടൽ മോനക്ക് വേണ്ടിയിട്ട് അവസാനം മുങ്ങിച്ചാകുന്നത് വരെയും മോന് വേണ്ടി ഇടപെട്ടു നൂഹ് നബി. പറ്റൂല എന്ന് പറഞ്ഞു അല്ലാഹു തആല. പറഞ്ഞില്ലേ?
പറ്റൂല എന്ന് പറഞ്ഞു. ലാ തുഹാത്തിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. മിണ്ടിപ്പോകരുത്, ഞാൻ അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നൂഹ് നബിന്റെ മോനുണ്ട്, ഭാര്യയുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടത് ചില്ലറയല്ല. ബാപ്പാക്ക് വേണ്ടി മെനക്കെട്ടത് ചില്ലറയല്ല. ഇബ്രാഹിം നബിന്റെ ബാപ്പയാണ് കണക്കാക്കിയിട്ട് ഹിദായത്ത് കൊടുക്കാനൊന്നും ഇബ്രാഹിം നബിക്ക് പറ്റൂല. അഷ്റഫുൽ ഖൽഖ് മൂത്താപ്പ അബൂ താലിബിന് വേണ്ടി മെനക്കെട്ടത് ചില്ലറയല്ല. എന്താ കാര്യം? ഹിദായത്ത് അല്ലാഹു തആല അടിമയുമായിട്ടുള്ള ഇടപെടലുകളാണ്. അത് ഇടക്ക് വേറെ ആരെയും അള്ളാഹു പരിഗണിക്കുന്നില്ല. അപ്പൊ ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചാൽ പിന്നെ അല്ലാഹു തആല ആവശ്യപ്പെടുന്നത് ഷഹാദത്താണ്. അത് ഹിദായത്ത് കിട്ടിയവർക്കേ ഷഹാദത്ത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല. ആ ഷഹാദത്തിൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദയാണ്. അഷ്ഹദു അല്ല. തയ്യാറാണോ നീ? എന്നെ മാത്രം പരിഗണിക്കാൻ തയ്യാറാണോ? എല്ലാം ഒഴിവാക്കാൻ ഇത് പരിഗണിച്ചാൽ മാത്രം പോരെ, ഒഴിവാക്കുകയും ചെയ്യണം. എന്നാലേ നഫി ഇസ്ബാത്തും വരുള്ളൂ. ലാ വരണം, ഇല്ലയും വരണം. ലാ എന്നുള്ളത് ഒഴിവാക്കാനുള്ളതാണ്, ഇല്ല എന്നുള്ളത് സ്ഥാപിക്കാനുള്ളതാണ്. ഇവിടെ ഇല്ലല്ല 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 സൂഫി തരീക്കത്തുകാർ ദിക്റയിലും ഇല്ലല്ല ഇല്ലല്ല ഖബടമായ ദിക്റാണത്. അങ്ങനെ ദിക്ർ ഇസ്ലാമിലില്ല. അത് സൂഫി തരീക്കത്തിന്റെ ദിക്റാണ്. ഇല്ലല്ല, കാരണം അവര് ലാ ഇലാഹ പറയില്ല. ഇല്ലല്ല ഇല്ലല്ല അള്ളാനെ വിളിക്കുന്നവരല്ലേ, അള്ളാനെ വിളിക്കുന്നവരല്ലേ. ഇല്ല, അള്ളാനെ വിളിച്ചാൽ മാത്രം പോരാ, അള്ളാഹ് എല്ലാത്തവരെ വിളിക്കൂല എന്ന് പറയണം, എന്നാലേ നബിയാവുള്ളൂ. നിസ്കരിക്കാൻ ഒരാൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ട് തന്നെ മാറ്റി ഓതണം. ഒരാൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിന് പകരം അള്ളാഹു റഹ്മാൻ എന്ന് കൈയിട്ട് നമസ്കാരം ചെയ്യാവോ? അള്ളാഹു റഹീം എന്ന് കൈയിട്ട് എന്താ? റഹ്മാൻ റഹീം അള്ളാന്റെ പേരല്ലേ, എന്താ കൈയിട്ട് ശരിയാത്ത? അള്ളാഹു കൽപ്പിച്ചിടത്ത് നിൽക്കണം കാര്യങ്ങൾ. അള്ളാഹു അക്ബർ എന്ന് നിസ്കരിക്കൊണ്ട് തുടങ്ങണം. ഷഹാദത്ത് തുടങ്ങേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തന്നെ ആവണം. വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവരോട് ആവശ്യപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവര് അഹങ്കാരികളായി പിന്മാറും, ധിക്കാരികളായി പിന്മാറും. അവർക്ക് സഹിക്കൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാൽ. ഖുറൈശികൾക്ക് ബേജാറാകും. അവര് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ പിരാന്തനായ മുഹമ്മദിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഔലിയാക്കന്മാരെ മുഴുവനും വിടണമെന്നാണോ? എന്താണ് ഈ പറയുന്നത്? ഖുറൈശികൾ ചോദിക്കുന്നതാണ്. ഈ പിരാന്തനും കവിയുമായ മുഹമ്മദിന് വേണ്ടിയിട്ട് ഞങ്ങളെ ജാറൊക്കെ ഒഴിവാക്കണമെന്നാണോ? അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കാലു യഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിന. അവിടെ ആലിഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാറങ്ങളാണ്, ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്. അതായത് അള്ളാഹുവിലേക്കാക്കും ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് പോകുന്നത് എന്ന് അവരെ കൊണ്ട് തന്നെ അള്ളാഹ് പറയിപ്പിച്ചിട്ടില്ലേ? ഖുർആനല്ലേ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ. അതേപോലെ തന്നെ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. ഇവർക്ക് പോയിട്ട് നമ്മൾ ഇലാഹ നടത്തി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവര് ഞങ്ങളെ കാര്യം അള്ളാഹിനോട് പറയാനാണ്. അല്ലാത്തൊരു വിഷയവും ഖുറൈശികൾക്ക് ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലയാണ് അവർക്ക് വിഷയം. ലാ ഇലാഹ ഇല്ലല്ല പറയാൻ വേണ്ടി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഖുറൈശികൾ ലാ ഇലാഹ ഇല്ലല്ല ചെല്ലാതിരുന്നത്. അതിന്റെ അർത്ഥം അറിയാവുന്നത് കൊണ്ട്, അതിന്റെ ദൂഷ്യങ്ങൾ അറിയാവുന്നത് കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ല പറയലോടുകൂടി ജാറങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കിയ പിന്നെ സാമ്പത്തിക നില ഭദ്രമല്ല. അതേ വിധത്തിൽ അനുയായികളാവട്ടെ, പുരോഹിതന്മാര്, ശൈഖുനമാര് പറയുന്നതനുസരിച്ച് ഔലിയാക്കന്മാരും കൂടി ഉണ്ടെങ്കിലേ ഇസ്ലാം ശരിയാവുള്ളൂ എന്നവരുടെ പ്രസ്താവന. അങ്ങനെയാണ് ഖുറൈശികൾ പഠിപ്പിച്ചിരിക്കുന്നത്, നേതാക്കന്മാര് പഠിപ്പിച്ചിരിക്കുന്നത്. ഉത്ബത്ത്, ശൈബത്ത്, അബൂജഹലുമാര് അങ്ങനെയാണ് അവിടെ സുന്നി സെന്ററിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഔലിയാക്കന്മാരെ വിട്ട് കളിക്കേണ്ട കേട്ടോ, അപകടമാണ്. ഔലിയാക്കന്മാരെ വിട്ടാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഈ രീതിയിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അനുയായികൾ കേട്ട് പേടിച്ചു. ഔലിയാക്കന്മാരെ വിട്ടു കഴിഞ്ഞാൽ അപകടമായി പോകും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂല, അള്ളാഹ് നമ്മളെ വെറുത്ത് കളയും. അള്ളാഹ് എല്ലാവർക്കും ഒന്ന് തന്നെ. മുഹമ്മദ് നബിന്റെ അനുയായികളുള്ള അള്ളാഹ് തന്നെയാണ് ഖുറൈശികൾ അല്ലയും. പക്ഷെ ഖുറൈശികൾ അതിൽ പിടിച്ചു നിന്നതും റസൂലുള്ളാഹിനെ എതിർത്തതും എന്തുകൊണ്ടാണ്? അള്ളാഹിനെ പേടിച്ചിട്ടാണ്. മുഹമ്മദ് നബിയെ അവരെതിർത്തത് അള്ളാഹിനെ പേടിച്ചിട്ടാണ്. മുഹമ്മദ് നബി പറയും പോലെ ഔലിയാക്കന്മാരെ വിട്ടാൽ അള്ളാഹ് നമ്മളെ വെറുത്ത് കളയൂലേ? ഔലിയാക്കന്മാർ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ? അള്ളാഹിന്റെ സ്വന്തക്കാരായ ഔലിയാക്കന്മാരെ വിട്ടാൽ അള്ളാഹു തആല നമ്മളോട് വെറുക്കൂലേ? ആ വെറുപ്പ് പേടിച്ചിട്ടാണ്.
ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് കാര്യം മനസ്സിലായപ്പോൾ ആ വെറുപ്പിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിം ആയത്. ഖത്താബിന്റെ മകൻ ഉമറിന് കാര്യം മനസ്സിലായി. മുഹമ്മദ് പറയുന്നത് തന്നെയാണ് ശരി, ഈ ഇലാഹുകളെ കൊണ്ടൊരു കാര്യം നടക്കൂല, ഇവര് നമ്മളെ വെറുതെ മൗലാനമാരെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. ഈ ലാത്തയും ഉസ്സയും പൊരുത്തക്കേട് കിട്ടും, ഔലിയാക്കന്മാരും തങ്ങന്മാരും പൊരുത്തക്കേട് കിട്ടിയാൽ നിന്റെ കാര്യം പോക്കാൻ, ഇത് കള്ളമാണ്, അള്ളാന്റെ പൊരുത്തം തന്നെ മതി, ഇവരാരെയും അതിന് ശുപാർശ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാഹുന്റെ റസൂലിന് കൈയെടുത്തത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാറിൽ ഏർപ്പെട്ടത്. എന്തുകൊണ്ട് അബൂജഹൽ ഉത്ബത്ത് ശൈബത്തുമാര് കരാറിൽ ഏർപ്പെട്ടില്ല? അവർക്ക് നന്നായിട്ട് അറിയാം മുഹമ്മദ് പറയുന്നതാണ് ശരി. പക്ഷെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ അധികാരം, നമ്മുടെ പണം, നമ്മുടെ ആൾബലം ഇതൊക്കെ നഷ്ടപ്പെട്ട് ഈ മുഹമ്മദിന്റെ ഒന്നിച്ചുള്ള പാവപ്പെട്ടവരോടൊപ്പം കൂടേണ്ടി വരും, ഈ ബിലാലോടൊപ്പം അമ്മാറോടൊപ്പം കൂടേണ്ടി വരും. അത് നടക്കൂല. അതാണ് ശൈഖുനമാർക്കും മൗലാനമാർക്കുമുള്ള കുഴപ്പം. അനുയായികളാവട്ടെ ഔലിയാക്കന്മാരെ പേടിച്ചിട്ടും ഔലിയാക്കന്മാരെ, അതായത് ഈ മഹാന്മാരായ ലാത്ത ഉസ്സ പോലെയുള്ള ഔലിയാക്കന്മാരെ കൈവിട്ടാൽ അള്ളാഹ് നമ്മളെ വെറുത്ത് കളയുമെന്ന് പേടിച്ചിട്ട്, അള്ളാഹിനെ പേടിച്ചിട്ടാണ് അവർ ഔലിയാക്കന്മാരെ വിളിച്ചത്. ഇന്നത്തെ ഷിയാക്കളെ പോലെ, ഇന്നത്തെ ഷിയാക്കളിലെ മൗലാനമാർക്കും ശൈഖുനമാർക്കും കാര്യം സാധാരണക്കാരൻ ശൈഖിനെ വിളിക്കുന്ന അള്ളാഹിനെ പേടിച്ചിട്ടാണ്. അള്ളാഹത്തെ എന്തെങ്കിലും കിട്ടാനാണ് മൊദീ ശൈഖുകളെ വിളിക്കുന്നത്, അള്ളാഹത്തെ എന്തെങ്കിലും കിട്ടാനാണ് റിഫായ് ശൈഖുകളെ വിളിക്കുന്നത്. അന്ന് ഖുറൈശികൾ ചെയ്തതും അങ്ങനെ തന്നെയാണ്. അള്ളാഹത്തെ എന്തെങ്കിലും കിട്ടാനാണ് അവർ ലാത്തനെ വിളിച്ചത്, അള്ളാഹത്തെ എന്തെങ്കിലും കിട്ടാൻ അവർ ഉസ്സനെ വിളിച്ചത്. ഇത് പരിശുദ്ധ ഖുർആൻ കൃത്യമല്ലേ, വ്യക്തമല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുക? അള്ളാഹു നിയോഗിച്ചയച്ച റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹു തആല വഇദാ ആതാകും റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തെന്നത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? തയ്യാറാണ് അള്ളാഹുവേ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കുക? നിന്റെ മുഹമ്മദ് നബിയുടെ റിസാലത്തനുസരിച്ച് മാത്രം ഞങ്ങൾ പൂർത്തിയാക്കും. തയ്യാറാണോ? തയ്യാറാണ്. അശ്ഹദു, മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് മാത്രമേ ഞങ്ങൾ എന്തും പ്രവർത്തിക്കുകയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന പ്രശ്നമില്ല. ഈ രീതിയിൽ മുഹമ്മദ് ഈ റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയം ഒന്ന്, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. ഷഹാദ സഹിയാവാൻ മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. ഞാൻ ഷഹാദത്ത് കൊടുക്കുന്ന റസൂല് മുഹമ്മദ് എന്ന് പേരുള്ള ആളാണ്, അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഏതോ ഒരാള് ഞാൻ അംഗീകരിച്ചു പോരാ, മുഹമ്മദ് ഇന്നാളെ മോനാണ്, ഇന്നാളാണ് ഉമ്മ, ഇന്നാളാണ് ഉപ്പ, ഇന്നാളാണ് ഉപ്പുപ്പ, ഇന്ന തറവാടാണ്, ഇന്ന് ഇബ്രാഹിം നബിന്റെ മോനാണ്, ഇസ്മായിലിന്റെ പേരക്കുട്ടിയാണ്, ഖുറൈശി തറവാടാണ്, മക്കത്താണ് ജനിച്ചത്. ഇത് കൃത്യമായി ആ മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. ഏതോ ഒരു പുള്ളിക്കാരൻ ഞാൻ നബീന്ന് കേട്ടിട്ടുണ്ട്, അശ്ഹദു പോരാ, മുഹമ്മദിയത്ത് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദിന്റെ അബ്ദിയത്ത് 100% 24 കാരറ്റ് അബ്ദാണ് മുഹമ്മദ് മുസ്തഫ. അത് തന്നെയാണ് അഷ്റഫുൽ ഖൽക്കിന്റെ പോരിശയും. അഷ്റഫുൽ ഖൽക്കിന്റെ ഏറ്റവും വലിയ പോരിശ, സകല നബിമാരെക്കാളും വലിയ പോരിശ അഷ്റഫുൽ ഖൽക്കിന്റെ പോരിശ അബ്ദിയത്തിന്റെ പോരിശയാണ്, ആ മുഹമ്മദ് നബിന്റെ അടിമത്വത്തിന്റെ പോരിശ. കാരണം അഷ്റഫുൽ ഖൽക്കിന്റെ അബ്ദിയത്തിന് ഒരു അംശം, ഒരു പോയിന്റ്, ഒരു അണുമണി തൂക്കം വ്യത്യാസം വന്നിട്ടില്ല അഷ്റഫുൽ ഖൽക്കിന്റെ അബ്ദിയത്തിന്. ഒരു അണുമണി തൂക്കം. ഏത് നബിമാരെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും എന്തെങ്കിലും ചെറുത് കാണും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ശഫാഅത്തിന്റെ ഹദീസിൽ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു, ജനം ആദമിന്റെ അടുക്കലേക്ക് പോകും, ആദം കൈവിടും, എനിക്ക് പറ്റൂല, എനിക്ക് പേടിയാവുന്നു. നൂഹിന്റെ അടുത്തേക്ക് പോയി നോക്കി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് പേടിയാവുന്നു, ഇന്ന കാരണത്താൽ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇബ്രാഹിമിനെ ചെന്ന് കണ്ടു നോക്ക്. ജനം ഇബ്രാഹിം നബിയുടെ അടുക്കിലേക്ക് പോകും. അഷ്റഫുൽക്കാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എനിക്ക് പേടിയാവുന്നു, ഞാൻ പോവില്ല, ഇന്ന കാരണത്താൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ പോവില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, മൂസാന്റെ അടുക്കിലേക്ക് പോയി നോക്കി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എനിക്ക് പേടിയാവുന്നു, ഞാൻ അള്ളാഹടുത്ത് പോകില്ല, ഞാൻ ഒരാളെ കൊന്നിട്ട് നാട് വിട്ടതാണ്ട്, അള്ളാഹ് ചോദിക്കാനിരിക്കുകയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ഈസാനെ സമീപിച്ചു നോക്കി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് പോകും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എന്നെ അള്ളാഹു ചോദ്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ്, ഞാൻ പേടിച്ച് വരച്ചിട്ടാണ് ഇരിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, മുഹമ്മദിന്റെ അടുക്കിലേക്ക് പോകും. എല്ലാവരും മുഹമ്മദ് നബിയുടെ അടുക്കിലേക്ക് പോകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖുൽതു നഅം, ശരി, അനലഹ, ഞാനത് ഏറ്റു, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാം. എന്താ കാര്യം? അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും പറയാൻ 100% യോഗ്യതയുള്ള ഒരാൾ, അബ്ദിയത്തിന്റെ പ്രതീകം മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ട് മഅബൂദിനോട് പറയാൻ അബ്ദിന് ധൈര്യമുണ്ട്. മഅബൂദായ അള്ളാഹിനോട് പറയാൻ അബ്ദായ മുഹമ്മദിന് ധൈര്യമുണ്ട്. ആ അബ്ദിയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഷഹാദത്ത് സഹിയാകണമേ. ഇബാദത്തിന്റെ ഒരംശം മുഹമ്മദിലേക്ക് ചേരാൻ പറ്റുകയില്ല. അബ്ദിയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതോട് ഷഹാദ ബാത്തിലാകും. ചെറുതല്ല കാര്യം. അതുകൊണ്ടാണ് ഷിയാക്കൾ ഷഹാദ ചർച്ച ചെയ്യാത്തത്. ഷഹാദ ദിക്ർ അൽക്കയിലും ബിരിയാണിയിലും, രണ്ടാമത്തെ ഷഹാദ സലാത്ത് അൽക്കയിലും ബിരിയാണിയിലും ഒതുക്കിയത് വെറുതെ അല്ല. ഷിയാക്കള് ചർച്ച ചെയ്താൽ ആകെ കോളാവും. ഈ പറഞ്ഞതെല്ലാം പൊളിയും. ഏതാണ്ട് 1200 കൊല്ലമായി കേരളത്തിൽ സ്ഥാപിച്ചു കൊണ്ടുവന്ന സകല കോട്ടക്കൊത്തളങ്ങളും തകരും. നന്നായിട്ട് ഷിയാക്കളായ പുരോഹിതന്മാർക്കറിയാം. മൂന്നാമതായിട്ട് പരിഗണിക്കേണ്ടത് നുബുവത്തുഹു. റസൂലുള്ളാഹി തങ്ങളെ നുബുവത്ത് അംഗീകരിക്കണം. മുഹമ്മദ് മുസ്തഫ നബിയാണെന്ന് അംഗീകരിക്കണം. എന്താണ് നുബുവത്ത്? തർബിയത്തിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫാനോട് സംസാരിക്കുന്നത് നുബുവത്തിനെ മാധ്യമാക്കിക്കൊണ്ടാണ്. നബിനെ നബിയാണ് എന്ന പരിഗണന വെച്ചുകൊണ്ടാണ്. മുഹമ്മദ് നബിക്ക് ആവശ്യമായ തർബിയത്തുകൾ അല്ലാഹു തആല കൊടുക്കുന്നു. നമുക്കറിയാമല്ലോ, ചരിത്രത്തിലല്ലോ. നാലാമതായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ടത് റിസാലത്തുഹു. മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തിനെ അംഗീകരിക്കണം. എന്നാലേ ഷഹാദ ശരിയാവുള്ളൂ. മുഹമ്മദിയത്ത് അംഗീകരിക്കണം, അബ്ദിയത്ത് അംഗീകരിക്കണം, നുബുവത്ത് അംഗീകരിക്കണം, റിസാലത്ത് അംഗീകരിക്കണം. അഞ്ചാമതായിട്ട് ശരീഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫാന്റെ ശരീഅത്തും അംഗീകരിക്കണം. അല്ലേ? ഒന്നാമത്തെ ഷഹാദയിൽ ഖാദിയാനികൾക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇന്നേതോളം അറിഞ്ഞിടത്തോളം രണ്ടാമത്തെ ഷഹാദയിലാണ് പ്രശ്നങ്ങൾ വന്നത്. എവിടെയാണ് പ്രശ്നം വന്നത്? രണ്ടാമത്തെ ഷഹാദയിലെ ഒന്നാമത്തെ മുഹമ്മദിയത്ത് അവർ നിഷേധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിയാനി പള്ളിന്റെ മുമ്പിൽ നിങ്ങൾ ബോർഡ് കണ്ടിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അഹമ്മദ് ഖാദിയാനി റസൂലുള്ളാഹ് എന്നാണ് ഉള്ളത്. ഇവിടെ കർണാടക മുതൽ പിന്നെ മടക്കേരി മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല, പഴയങ്ങാടി മുതൽ അതേപോലെ തന്നെ പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് കരുനാഗപ്പള്ളി വരെ, അങ്ങ് തിരുവനന്തപുരം വരെ, ഭീമ അങ്ങപ്പം വരെയും ഖാദിയാനികളുണ്ട്. ഖാദിയാനികൾക്ക് പള്ളിയുണ്ട്. കണ്ണൂർ സിറ്റിയിൽ വലിയൊരു പള്ളിയുണ്ട് ഖാദിയാനികൾ. കോഴിക്കോട് ടൗണിലൊരു പള്ളിയുണ്ട് ഖാദിയാനികൾക്ക്, വലിയ വളരെ ഒരേപ്പുറമായിട്ട്. അവിടെ എല്ലാം ബോർഡുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖാദിയാനിപ്പള്ളിന് മുമ്പുള്ള ബോർഡ് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദിയത്തിനെ അംഗീകരിക്കുന്നവരാണ് ഖാദിയാനികൾ. റസൂലുള്ളാഹി തങ്ങളുടെ അബ്ദിയത്ത് അംഗീകരിക്കുന്നവരുമാണ് ഖാദിയാനികൾ. മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ മുഹമ്മദ് നബിയിൽ നിന്ന് കിട്ടുമെന്നൊരു വിശ്വാസവും ഖാദിയാനികൾക്കില്ല. അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തനുസരിച്ച് ജീവിക്കുമ്പോൾ അതംഗീകരിക്കുന്നവരാണ് ഖാദിയാനികൾ. നുബുവത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ നബിയാണ്. നിഷേധിക്കുന്നുണ്ടോ അവർ? മുഹമ്മദ് മുസ്തഫ തങ്ങളെ നുബുവത്ത് നിഷേധിച്ചവരാണോ ഖാദിയാനികൾ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് പൂർണ്ണമായും പകവെച്ചു കൊടുക്കുന്നില്ലേ അവർ? പിന്നെ എവിടെയാണ് പ്രശ്നം വന്നത്? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് മാത്രമല്ല നുബുവത്ത്, ശേഷവും നുബുവത്ത് ഉണ്ടാവാം. അന്നുബുവത്ത് മീർസാ ഗുലാം അഹ്മദ് ഖാദിയാനിക്കുണ്ട്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് ഇല്ല, മുഹമ്മദ് ഖാദിയാനിക്കാണ് നുബുവത്ത് എന്ന് അവർ വാദിച്ചിട്ടില്ല. മുഹമ്മദ് നബിന്റെ നുബുവത്തോടൊപ്പം ഖാദിയാനിക്കും നുബുവത്ത് കിട്ടും. ഇവിടെയല്ലേ പ്രശ്നമുണ്ടായത്? റിസാലത്തിന്റെ കാര്യത്തിൽ മുഹമ്മദ് മീർസാ ഗുലാം അഹ്മദ് ഖാദിയാനി റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ അവർ? നബിയാണെന്ന് മാത്രമല്ലേ അംഗീകരിക്കുന്നുള്ളൂ? റസൂൽ മുഹമ്മദ് നബി തന്നെയാണ്. പക്ഷേ നബി മുഹമ്മദ് നബിക്ക് ശേഷം പിന്നെയും വരാമത്ത് അഹമ്മദ് ഖാദിയാനിയാണ്. ശരീഅത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അംഗീകരിക്കുന്നില്ലേ അവർ? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ സഹിയാകാനുള്ള ഷർത്തുകൾ മുഴുവനും പൂർത്തിയാക്കിയവരാണ് അവർ. മുഹമ്മദ് റസൂലുള്ളാഹി സഹിയാകാനുള്ള, മുഹമ്മദ് റസൂലുള്ളാഹിക്കുള്ള ഷഹാദ സഹിയാകാനുള്ള ഷർത്തിൽ ഒരു കാര്യമായ നുബുവത്തിന്റെ ഒരു പാർട്ട് അത് ഖാദിയാനിക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ ലോകം അവരെ കാഫിറാക്കിയത്? അല്ലേ? അതിന്റെ പേരിലല്ലേ ഖാദിയാനികൾ കാഫിറാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? രണ്ടാമത്തെ ഷഹാദയിലെ 5-ൽ ഒരു കാര്യമായ നുബുവത്ത് മുഹമ്മദിയത്ത് അവർ അംഗീകരിക്കുന്നുണ്ട്, അബ്ദിയത്ത് അംഗീകരിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫാന്റെ അബ്ദിയത്ത് അവരൊരിക്കലും മുഹമ്മദ് മുസ്തഫാനെ മഅബൂദാക്കുന്നില്ല. അതേപോലെ തന്നെ നുബുവത്തും അംഗീകരിക്കുന്നുണ്ട്, റിസാലത്തും അംഗീകരിക്കുന്നുണ്ട്, ശരീഅത്തും അംഗീകരിക്കുന്നുണ്ട്. നുബുവത്തിന്റെ കാര്യത്തില് മുഹമ്മദ് മുസ്തഫാനോടൊപ്പം മീർസാ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന വശം വന്നപ്പോഴാണ് ലോകം അവരെ കാഫിറാക്കിയത്. എങ്കിൽ
അതിനേക്കാൾ ഔലവിയത്തോണ്ട് കാഫിറാവേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ബാത്തിലാക്കിയവരുടെ കാര്യത്തിലല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിലുള്ള ഷഹാദ ബാത്തിലാക്കിയത് കൊണ്ടാണല്ലോ അവർ കാഫിറായത്. അവരെ പള്ളിയിൽ പോകേണ്ട പാടില്ല എന്നോ പറഞ്ഞില്ലേ? എന്താ ഒരു സൗഹാർദ്ദം അവിടെ പറ്റൂലേ? ഈ പറയുന്ന സൗഹാർദ്ദം അവിടെയും പറ്റൂലേ? ഈ കുത്തിവെച്ച് ജയിക്കുന്ന പള്ളി കയറും പോലെ തന്നെയല്ലേ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനെ വിശ്വസിക്കുന്നവരെ പള്ളി കയറുന്ന എന്താ വ്യത്യാസം? അവര് രണ്ടാം ഷഹാദത്തിൽ കുഴപ്പമുണ്ടാക്കി, ഇവര് കുത്തുബിയത്തിലൂടെ ഒന്നാം ഷഹാദത്തിൽ കുഴപ്പമുണ്ടാക്കി. ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ ഒന്നാമത്തെ വിഷയമായ അള്ളാഹുവിന്റെ ദാത്ത്, അതിന് തുല്യമായിട്ട് CMന്റെ ദാത്ത്, അള്ളാഹിനെ പോലെയുള്ള അള്ളയാണ് എന്ന് വാദിച്ചവരില്ലേ കൂട്ടത്തിൽ? ഷിയാക്കളെ കൂട്ടത്തിൽ വളരെ പരിമിതമാണെങ്കിലും ഈ കാലഘട്ടത്തിൽ അവിടത്തേക്ക് എത്തിയില്ലേ കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം ബാത്തിലായി. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹു താല മാലിക്കാൻ, ഉടമസ്ഥനാകാൻ അധികാരം ഇന്ന വലിയകൾക്കുമുണ്ട്. അള്ളാഹു താല ഖാലിഖാൻ, പടച്ചോനാകാൻ ഇന്നാക്ക് അധികാരമുണ്ട്. മൂന്നാമത്തെ അധികാരം തദ്ബീറാണ്, മുദബ്ബിറാൻ. അള്ളാഹു അല്ലാത്ത മുദബ്ബിറുണ്ട്, മുദബ്ബിറുൽ ആലം വേറെയുണ്ട്. ഇല്ലേ? റുബൂബിയത്തിന്റെ കാര്യത്തിന് ഷഹാദത്ത് ബാത്തിലായില്ലേ? മൂന്നാമത്തെ വിഷയം ഉലൂഹിയത്താണ്. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്കേ പറ്റുള്ളൂ. ദുആ അള്ളാഹ്ക്ക് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം, അറുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രം, എന്തും അള്ളാഹ്ക്ക് മാത്രം അല്ലേ? ആ മാത്രം എന്നത് ഒഴിവാക്കിയിട്ട് മുദീശിക്കങ്ങളോട് ദുആക്കാൻ തുടങ്ങിയില്ലേ? ബദ്രീങ്ങളോട് ദുആ ചെയ്യാൻ തുടങ്ങിയില്ലേ? മമ്മത്തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ? ഈ പറയുന്ന CM എന്ന് പറയുന്ന ആളോടും ദുആ ചെയ്യാൻ തുടങ്ങിയില്ലേ? അവര് തങ്ങളെ നമ്മളെ കാര്യം ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞില്ലേ? ഉലൂഹിയത്തിന്റെ വിഷയത്തിന് ഷഹാദത്ത് ബാത്തിലായില്ലേ? ഈ അസ്മാ സിഫാത്തിന്റെ കാര്യത്തിലാണെങ്കിലോ അതും ഇതേപോലെ തന്നെയല്ലേ? അള്ളാഹുവിനുള്ള പേര് മറ്റുള്ളവർക്കും ആവാം എന്ന് വാദിച്ചില്ല അവർ പലരും. അള്ളാഹുവിനുള്ള സിഫത്തുകൾ മറ്റുള്ളവർക്കുണ്ടാവാം എന്ന് വാദിച്ചില്ല, ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അല്ലേ? കുഫറിനെ കെട്ടുകെട്ടുത്ത കുഫറിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കേണ്ട 5 വ്യവസ്ഥകളും ലംഘിച്ചിരിക്കുകയല്ലേ ഇവിടെ? ഖാദിയാനികൾ രണ്ടാമത്തെ ഷഹാദയിലെ ഒരു വ്യവസ്ഥയിലെ പകുതി നിഷേധിച്ചപ്പോൾ ഈ പറയുന്നവർ ഒന്നാമത്തെ ഷഹാദയിലെ മുഴുവനും നിഷേധിച്ചില്ലേ? എന്നിട്ടും അവരെ കാഫിർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അല്ലേ? എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ടല്ലേ? അവരെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രയാസം? എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഖാദിയാനികളെ കാഫിർ എന്ന് പറഞ്ഞില്ലേ? ഖാദിയാനിയുടെ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അവിടെ നിസ്കരിച്ചാൽ സഹിയാവില്ല നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? നിങ്ങൾ ആരെങ്കിലും പോയാൽ തന്നെ നിങ്ങൾ ഔട്ടാക്കൂല്ലേ? പുറത്താക്കൂല്ലേ? ഈ കാണുന്ന ഒന്നാമത്തെ ഷഹാദ ബാത്തിലാക്കിയവരെക്കാൾ കടുപ്പമാണോ രണ്ടാമത്തെ ഷഹാദ ബാത്തിലാക്കിയവർ? ആ രണ്ടാമത്തെ ഷഹാദ ബാത്തിലാക്കിയവർ രണ്ടാമത്തെ ഷഹാദയിലെ മുഹമ്മദിയത്ത് അവർ അംഗീകരിക്കുന്നു, അതേപോലെ തന്നെ മഹബദിയത്ത് അവർ അംഗീകരിക്കുന്നു, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നബുവത്ത് അംഗീകരിക്കുന്നു, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റിസാലത്ത് അംഗീകരിക്കുന്നു, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീഅത്ത് അംഗീകരിക്കുന്നു, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നബുവത്തിന്റെ പകുതി ഭാഗമാകുന്ന നബുവത്ത് മുഹമ്മദ് നബിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് നബിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പറ്റും. അതുകൊണ്ടാണ് മിർസാ ഗുലാമിനെ ഞങ്ങൾ നബിയാക്കിയത് എന്ന് വിശ്വസിച്ച പേരിൽ അവരെ കാഫിറാക്കിയത്. ഇതേ വിശ്വസിന്റെ പേരിലെ മുസ്ലിമുൽ കദ്ദാബിന്റെ അബൂ സിദ്ദീഖ് കൊന്നത് അല്ലേ? എങ്കിൽ പിന്നെ ഇന്ന് അധികാരം നിലവിലുണ്ടെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കേണ്ടത് ഇവിടെ? എന്തിനാ നിങ്ങൾ ഭൂരിപക്ഷത്തെ നോക്കിയിട്ട് അങ്ങനെ പറയാൻ പറ്റൂല, ഇങ്ങനെ പറയാൻ പറ്റൂല? ഇവിടെ ഞാൻ പണ്ടേ പറയുന്ന പോലെ തന്നെയാണ്. സെലഫികൾ പല കെട്ടിലാണ്. ഷിയാക്കൾ പിന്നെ അവരെ വാദം ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഈ ഭൂരിപക്ഷം ഒഴുകി പോകുന്നത് പേടിച്ചിട്ട് പറയാം. ഈ സെലഫികൾക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജിന്ന് സെലഫി, ഇൻസ് സെലഫി, സിഹിർ സെലഫി, സയൻസ് സെലഫി, സെൽഫ് സെലഫി, ഇവർക്ക് എന്ത് പറ്റും? ഇവരൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പള്ളി കണ്ട ആ പള്ളി കയറുക എന്നല്ലാതെ ഇപ്പൊ എനിക്ക് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ ഉത്തരവാദിത്വം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അമലാണോ നിസ്കാരം? ഏതെങ്കിലും അണ്ടന്റെയും അടകോടന്റെയും പിറകിൽ കൊണ്ടുപോയി നിൽക്കാനുള്ള നിസ്കാരം അല്ല. നിസ്കാരത്തിന് എത്ര മഹത്വമുണ്ടോ അത്രയും മഹത്വം ആ നിസ്കാരം ആരുടെ പിറകിലാണെന്ന് തീരുമാനിക്കുന്ന വിഷയത്തിലുമുണ്ട്. അത് ലഘുവാക്കി കാണാൻ പറ്റുകയില്ല, അത് നിസ്സാരമായി കാണാൻ പറ്റുകയില്ല, ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരൻ, എന്ന് വെച്ചിട്ട് റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു പള്ളി, അവിടെയും വൃക്ഷങ്ങളുണ്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്പലം, പള്ളി, മസ്ജിദ് അല്ലെ? 3 പ്രയോഗങ്ങളല്ലേ? അമ്പലം, പള്ളി, മസ്ജിദ്. മസ്ജിദ് മുസ്ലിമീങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്പലമോ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ കൂട്ടരെ, വളരെ കൃത്യമായിട്ട് അന്നേ പറയുന്നത് ഇന്നും ഇന്നലെയും പറയുന്നതല്ലോ. കാവി പെയിന്റ് അടിച്ചൊരു ബിൽഡിങ്ങിന്റെ പേരല്ല അമ്പലം, പച്ച പെയിന്റ് അടിച്ചൊരു ബിൽഡിങ്ങിന്റെ പേരല്ല പള്ളി. കാവി പെയിന്റ് അടിച്ചിട്ട് തന്നെ മനോഹരമാക്കി വെച്ചോണ്ട് അമ്പലാവൂല. അമ്പലം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ അംഗീകരിക്കുന്നതാണ് അമ്പലം.
ഓരോ ഹിന്ദുവും അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരാണ്. ദൈവം എന്ന് വിളിക്കുന്നത് അള്ളാഹുവിനെയാണ്. അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ആകാശത്തിലേക്കാ കൈവിട്ട് ഒരു കുഞ്ഞിരാമനെ ആരോടെ ചോദിക്കും, നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം ഉടയോൻ തമ്പുരാന്ന് വെച്ചിട്ട് ആകാശത്തിലേക്കാ കൈനീട്ടുക അല്ലേ? അതോ ഗുരുവായൂരേക്കോ മറ്റത്തേക്കാണ് കൈനീട്ടുക? അവര് ആകാശത്തിലേക്കല്ലേ കൈനീട്ടുക? അതെ, അള്ളാഹുവാണ് അവരുടെ ദൈവം. ആ ദൈവത്തെ സ്വാധീനിക്കാൻ വേണ്ടി ദേവീ ദേവന്മാരെ സ്വാധീനിക്കുക. അല്ലാന്ന് വിളിക്കൂല, ദൈവന്നേ വിളിക്കുള്ളൂ, ഈശ്വരനെ പറയുള്ളൂ. ഏതാ ഈശ്വരൻ? ഏതാണ് ഈശ്വരൻ? വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാം വ്യാഖ്യാനിക്കണം. വെറുതെ അങ്ങ് വിട്ട സംഗതി നടക്കൂല. നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ആകാശത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. ആ അള്ളാഹുവിലേക്ക് ചേരാനുമായി അള്ളാഹുവിൽ നിന്ന് കിട്ടാനുമാണ് ഗുരുവായൂരും പറശ്ശിനിക്കടവിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് കൃത്യമായും വ്യക്തമായും അവർ പറയാറുമുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ വേണ്ടി ദേവിയെയും ദേവനെയും പൂജിക്കാൻ വേണ്ടിയുള്ളതാണ് അമ്പലങ്ങൾ. വളരെ കൃത്യമാണ്, എല്ലാവർക്കും അക്കാര്യം അറിയാം. അതുകൊണ്ടാണ് ദൈവം ഒന്നാണ്, ദേവീ ദേവന്മാര് വ്യത്യസ്തമാണ്. തെക്കൻ കേരളത്തിലുള്ള ദേവി ആയിരിക്കൂല വടക്കൻ കേരളത്തിലുള്ള ദേവി, വടക്കുള്ള ദേവി ആയിരിക്കൂല തെക്കൻ കേരളത്തിലുള്ള ദേവി, കേരളത്തിലുള്ള ദേവിയും ദേവനും ആയിരിക്കൂല ഉത്തർപ്രദേശിലുള്ള ദേവിയും ദേവനും. അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ കുത്തിവെത്ത് ആയിരിക്കൂല കേരളത്തിലെ കുത്തിവെത്ത്, കേരളത്തിലെ കുത്തിവെത്ത് ആയിരിക്കൂല ഇറാനിലെ കുത്തിവെത്ത്. എന്താ വ്യത്യാസം? അതേപോലെ തന്നെ പച്ചപ്പെയിന്റിട്ട ബിൽഡിങ്ങിന്റെ പേരല്ലല്ലോ പള്ളി എന്ന്. പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നൽ മസാജില്ല. പള്ളി എന്ന് പറഞ്ഞാൽ പച്ചപ്പെയിന്റിട്ട ഒരു ബിൽഡിങ്ങിന്റെ പേരല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് പള്ളി. ആ അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥലത്ത് വെച്ച് വിളിക്കപ്പെട്ടാൽ അതിന് പള്ളി എന്നുള്ള പേര് പോയി. ബിൽഡിങ്ങിന്റെ പേരല്ലല്ലോ കൂട്ടരെ പള്ളി എന്ന്. ഇതൊരു പച്ചയായ പരമാർത്ഥമല്ലേ? ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ? വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന പ്രശ്നവുമില്ല. കുത്തിവെച്ചേക്കുന്ന പള്ളി, ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റുകയില്ല. അത് അള്ളാഹുവിനല്ലാത്തവരെ വിളിക്കുന്ന പള്ളി സ്ഥലമാണ്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന സ്ഥലമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നേർച്ച വഴിപാടുകൾ നടത്തുന്ന സ്ഥലമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്ന സ്ഥലമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും അള്ളാഹ്ക്ക് മാത്രമുള്ള നിസ്കാരം അവിടെ പറ്റുകയില്ല. അങ്ങനെയല്ലേ നോക്കണോ? തീർച്ചയായിട്ടും നോക്കണം. കാരണം ഷഹാദ നിലനിന്നു പോകാൻ, ഷഹാദ ലൈവായി നിൽക്കാൻ ആദ്യമായിട്ട് അള്ളാഹു തആല നിശ്ചയിച്ചു തന്നത് നിസ്കാരമാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പള്ളി പൊളിച്ചില്ലേ? മദീനയിൽ പൊളിച്ചില്ലേ? പള്ളി പൊളിയൻ എന്ന് പേരിടാൻ പറ്റുമോ നബി തങ്ങൾക്ക്? മുനാഫിക്കീങ്ങളെ പള്ളിയായിരുന്നില്ലേ അത്? മുശ്രിക്കീങ്ങളെ പള്ളിയായിരുന്നില്ലല്ലോ. മുനാഫിക്കീങ്ങൾ അവരെ നിഫാഖ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി റസൂലുള്ളാഹി തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇല്ല ലാ തഖും ഫീഹി അബദ, ഒരിക്കലും ആ പള്ളി പോയി നിസ്കരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞില്ലേ? ഇത് ഖുർആനല്ലേ? എന്താണ് ആ പള്ളി പൊളിയെ പറ്റി നമ്മൾ പറയുക? എന്നിട്ടപ്പുറത്ത് ഖുബാ മസ്ജിദിനെ പറ്റിയാണ് തഖ്വയുള്ള പള്ളി, അള്ളാഹ്ക്ക് മാത്രമുള്ള പള്ളി അതാണ്. ഇത് മുനാഫിക്കീങ്ങൾക്ക് പലതും തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള പള്ളിയാണ്. അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ ഗൂഢാലോചന നടത്താനുള്ള പള്ളിയാണ്. ആ പള്ളി പറ്റൂല, നിസ്കരിക്കേണ്ട മുഹമ്മദ് നബിയെ പോണ്ട. അവസാനം ആ പള്ളി പൊളിച്ചു കളഞ്ഞില്ലേ? മുനാഫിക്കീങ്ങളെ ഗൂഢാലോചന നടക്കുന്ന ഗൂഢാലോചന, നബി തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന് എതിരായിട്ട് ഗൂഢാലോചന നടക്കുന്ന പള്ളിയാണ് എന്ന അടിസ്ഥാനത്തിൽ പൊളിച്ചു കളഞ്ഞില്ലേ? വളരെ കൃത്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേ പറ്റൂ. അതെ, ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് കാര്യങ്ങൾ കേരളത്തിൽ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നിങ്ങൾ ഏത് രീതിയിൽ ക്രൂശിച്ചാലും, അതെ, അന്ന് അബൂ താലിബിന്റെ അടുത്ത് പോയി ഖുറൈശികൾ, അബൂ താലിബിനോട് പോയിട്ട് പറഞ്ഞു, ഖുറൈശികൾ ഞങ്ങൾ പലതവണ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ ഈ മുഹമ്മദിനെ താക്കീത് കൊടുക്കണം, ഈ മുഹമ്മദിനെ നിങ്ങളൊന്ന് ഒതുക്കണം, ഈ മുഹമ്മദ് നമ്മുടെ കുടുംബ ബന്ധത്തെ ഇല്ലാതാക്കി തീർക്കുന്നുണ്ട്, നമ്മുടെ സൗഹൃദ ബന്ധത്തെ ഇല്ലാതാക്കി കളയുന്നുണ്ട്, നാട്ടുകാരെ ഭിന്നിപ്പിക്കുന്നുണ്ട്, ഖുറൈശി തറവാട്ടിലെ ഭിന്നത ഉണ്ടാക്കുന്നുണ്ട്, കുടുംബക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നുണ്ട്. മുഹമ്മദിനെ ഒന്ന് നിങ്ങൾ നിയന്ത്രിച്ചേ പറ്റൂ. ഖുറൈശികൾ ഇതും പറഞ്ഞിട്ട് പോയി. അബൂ താലിബ് മിണ്ടിയില്ല, അനങ്ങിയില്ല, ഒന്നും പ്രതികരിച്ചില്ല. നാളുകൾ പിന്നെയും പോയി, മുന്നോട്ട് പോയി. റസൂലുള്ളാഹി തങ്ങളെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു. അള്ളാഹുവിന് പകരം അള്ളാഹു മാത്രം, മുഹമ്മദ് നബിക്ക് പകരം മുഹമ്മദ് നബി മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
വീണ്ടും ഖുറൈശികൾ പോയി അബൂ താലിബിന്റെ അടുക്കലേക്ക്, ഞങ്ങൾ സഹിക്കൂല, ഞങ്ങളുടെ നേതാവൊക്കെ ശരിയാണ്, തീരുമാനമെടുത്തേ പറ്റൂ, ഒന്നിക്കൽ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ മുഹമ്മദിനെ നിങ്ങൾ നിയന്ത്രിക്കണം. ഈ പരസ്യമായി നമ്മളെ ഉയ്യാക്കന്മാരെയും നമ്മുടെ ശേഖന്മാരെ എല്ലാം എതിർത്തുകൊണ്ട് അല്ല മാത്രം മതി, അല്ല മാത്രം മതി എന്ന ഈ പ്രയോഗം നമ്മുടെ ഖുറൈശികൾക്കിടയിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദിനെ ഒന്നിക്ക് ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ മുഹമ്മദിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം, നിങ്ങൾ ഒതുക്കണം. അബൂ താലിബ് എന്ത് ചെയ്തു നോക്കാം. അബൂ താലിബ് അഖീൽ എന്ന മോനെ വിളിച്ചു. അബൂ താലിബിന്റെ താലിബ് എന്ന മോന്റെ അനിയനാണ് അഖീൽ എന്ന മോൻ. അഖീലിനോട് പറഞ്ഞു, മോനെ മുഹമ്മദിനോടൊന്ന് വരാൻ വേണ്ടി പറ. അഖീൽ പോയി. ഒരു ഉച്ച സമയത്ത് അഷ്റഫുൽ ഹൽക്കിനോട് പറഞ്ഞു, ഉപ്പ വിളിക്കുന്നുണ്ട്. ഓടി വന്നു റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം. റസൂലുള്ളാഹി തങ്ങൾ അബൂ താലിബിന്റെ വീട്ടിലെത്തി. ഓ മുഹമ്മദ്, എനിക്ക് താങ്ങാവുന്നതിൽ കവിഞ്ഞായി മുഹമ്മദ്, വയസ്സായി, ഖുറൈശികൾ വല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവരൊരുപാട് പ്രശ്നങ്ങളുമായി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മോനെ, ഈ പരസ്യമായിട്ട് നീ ഈ ജാറങ്ങളെയും ഈ ഇലാഹുകളെയും ഒക്കെ ഒഴിവാക്കണം, അല്ലാഹനെ മാത്രം എന്ന് പറയുന്നത്, ഈ പരസ്യമായി പറയുന്നത് നീ ഒന്ന് നിർത്തുമോനെ, ഒന്ന് നിയന്ത്രിക്കുമോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂത്താപ്പ, എന്റെ വലത്തെ കൈയിൽ സൂര്യനും എന്റെ ഇടത്തെ കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല മൂത്താപ്പ. നിങ്ങൾ ഇതിൽ ഇടപെടരുത്, ഇടപെടരുത്. ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി കുറെ നടന്നു. അഖീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിനോട് വരാൻ വേണ്ടി പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിപ്പിച്ചു. ഓടി വന്നു റസൂലുള്ളാഹി തങ്ങൾ. അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദ്, നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നു, നീ ധൈര്യമായിട്ട് പറ, എൻ്റെ അടുത്ത് ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരില്ല, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല, നീ കരയണ്ട, പ്രയാസപ്പെടണ്ട, എനിക്ക് പറയാനുള്ളത് നീ പറ. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീന. ഞാൻ മരിച്ച് എൻ്റെ മയ്യത്ത് മണ്ണിൽ വെച്ചാലല്ലാതെ അവരെ എത്ര ശ്രമിച്ചാലും നിന്നൊരു ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല മോനെ മുഹമ്മദ്. അവർക്ക് എല്ലാ കൂട്ടമായി ബിജംഇഹിം, അവരൊരു കൂട്ടമായിട്ട് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നാലോ, നിന്നെ എന്ത് ചെയ്യാൻ വന്നാലും നടക്കൂല മോനെ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. അല്ലേ അബൂ താലിബ് പറഞ്ഞത്? അതേപോലെ അബൂ താലിബ് അഷ്റഫുൽ ഹഖിനോട് പറഞ്ഞില്ലേ, വഅറൽത ദീനൻ ഖദ് അലിംതു ബിഅന്നഹു മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, പറഞ്ഞില്ലേ? അതേപോലെ തന്നെ പറഞ്ഞില്ലേ, ലൗലൽ മലാമത്തു ഔഹദാരി സുബ്ബത്തൻ ലവജത്തനി സംഹം ബിദാക മുബീന. അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സമുദായത്തോട് പറയട്ടെ,